ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ മലയാളം വെബിനാറിന്റെ 1629 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ചർച്ചയാണ്. ചർച്ചയുടെ വിഷയം വിഷചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ വിഷയം. അപ്പോൾ നമുക്ക് ഒരു തേനീച്ച കുത്തുന്നത് മുതൽ വലിയ പാമ്പ് കടി വരെയുള്ള വിഷം തീണ്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. അപ്പൊ ഈ വിഷചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്നത്തെ ചർച്ചയുടെ ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഈ വിഷയത്തിൽ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി തീർച്ചയായും എത്തണം. അതുപോലെ തന്നെ ഡോക്ടർ മനു വർഗീസ് ഇന്ന് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും വിഷചികിത്സയിൽ പ്രത്യേക പ്രാവീണ്യം ഉണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം ഡോക്ടർ കയറുമ്പോൾ. ആദ്യം ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. നമ്മൾ ഈ വിഷചികിത്സയെ കുറിച്ച് IFPH പല തവണ പല ഡോക്ടർമാര് വേദിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതിലേറ്റവും വളരെ ഗംഭീരമായ സെഷനുകൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ എബ്രഹാം വൈദ്യൻ ഡോക്ടറാണ്. ഡോക്ടർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോൾ ഈ വേദിയിൽ എത്താൻ പറ്റുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻസുകൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. കാരണം ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ ഇങ്ങനെ ഒരു മഹാസാധ്യത ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം നമ്മളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം കേരളം വിട്ട് പുറത്തു പോയിട്ട് ഒരു വലിയ ഹോസ്പിറ്റലിൽ ഈ വിഷചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് മാത്രം നടത്തിയിരുന്ന അനുഭവങ്ങളൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പല ഡോക്ടർമാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വിഷചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവരും പാമ്പ് കടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പാമ്പ് കടി മാത്രമല്ല, നേരത്തെ ശൈല ഡോക്ടർ പറഞ്ഞ പോലെ കടന്നൽ കുത്തിയാൽ വിഷമുണ്ടാകാം, അതുപോലെ തന്നെ എട്ടുകാലി കടിച്ചാൽ വിഷമുണ്ടാകാം, അതുപോലെ തന്നെ ചിലതരം അട്ടകൾ കടിച്ചാൽ വിഷമുണ്ടാകാം, പിന്നെ എല്ലാത്തരം പാമ്പുകളും ഇതിൻ്റെ ലിസ്റ്റിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ഹോമിയോപ്പതിക്കാർ സാധാരണ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് വളരെ പ്രാധാന്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇപ്പൊ ഏത് സൈഡിലാണ് കടിച്ചത് എന്ന് നമ്മൾ വളരെ റൈറ്റ് സൈഡ് ആണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് വരുന്ന മെഡിസിനിൽ തന്നെ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഒരാളെ പണ്ട് വലത്തെ കൈയുടെ ഈ ഭാഗത്ത്, അദ്ദേഹത്തിന്റെ ഒരു വക്കീലായിരുന്നു, അദ്ദേഹം ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴും അത് അവിടെ എന്തോ കടിച്ചതായിട്ട് തോന്നിയെങ്കിലും അദ്ദേഹം കോടതിയിൽ നിന്നുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ചൊറിച്ചിലും ഭയങ്കര അസ്വസ്ഥയും 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ചൊറിഞ്ഞ് തടിച്ച് ഇങ്ങനെ വെള്ളം പോലെ വരുന്നൊരവസ്ഥ വരികയും ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ട് ഇത് ഒറ്റമൂലി ചികിത്സയ്ക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഫോളോവർ ആയതുകൊണ്ട് ഡോക്ടറെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് വരികയും നമ്മളത് ട്രീറ്റ് ചെയ്യും. അത് റൈറ്റ് സൈഡാണ് ഈ ഭാഗം ഇതെല്ലാം വെച്ച് കറക്റ്റ് ടിപ്പീസാണ് കൊടുത്തത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് വേഗം മാറുകയും അതിൻ്റെ പിക്ചേഴ്സും ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാനത് വെച്ച് ഒരു സ്ലൈഡൊക്കെ വെച്ച് ഇവിടെ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ഇംഗ്ലീഷ് സെഷനിൽ. എന്തായാലും അവിടെ മുതൽ നമ്മളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏത് കേസ് വന്നാലും നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രധാനമാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എബ്രഹാം വൈദ്യ ഡോക്ടറൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന ഇത് ഇങ്ങനെയുള്ള കേസുകളിൽ എച്ചിനീഷ്യ ടിഞ്ചർ ആദ്യം തന്നെ വെള്ളത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലഡ് നമുക്ക് ദോഷകരമായ പോയിസണിസിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ശുദ്ധീകരിക്കാൻ വളരെ ഫലപ്രദമാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഏത് കേസിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കേണ്ട ഒരു ഡോക്ടർ വളരെ
ഗംഭീരമായിട്ട് പാമ്പ് ചികിത്സയൊക്കെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് ചെയ്യുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴെന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഇപ്പൊ ഗവൺമെന്റ് തന്നെ 30 കോടി രൂപ, 30 50 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ, ഈ ഒരു വിഷ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അപ്പൊ ഈ 50 കോടി രൂപയും സ്വാഭാവികമായിട്ടും അതിന്റെ ഈ പറഞ്ഞ വാക്സിൻസുകൾക്ക് വേണ്ടി പോകാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൂടെ ഇതിനു വേണ്ടിയുള്ള ഒരു അവസരം നമ്മൾ സൃഷ്ടിക്കുകയും അതിലോട്ട് കുറെ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ചില ഹോസ്പിറ്റലുകളിൽ ഇത് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സംഘടനയ്ക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്കും കൂടുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. അതിനും മനോജ് ഡോക്ടറെ പോലുള്ളവർ മുൻകൈ എടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഇങ്ങനെയുള്ള ഏത് ഫണ്ട് വന്നാലും ഒരു സൈഡിൽ മാത്രമായിട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇപ്പൊ തന്നെ നാട്ടുവൈദ്യത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്, അതുപോലെ ആയുർവേദത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് വിഷചികിത്സയിൽ. അപ്പൊ നല്ലൊരു ഫണ്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് കിട്ടുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടെന്ന് മന്ത്രിയെയും അതുപോലുള്ള മറ്റുള്ളവരെയും ബോധിപ്പിക്കാൻ നമുക്കായാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള സേവനങ്ങൾ ഹോമിയോപ്പതിയിലൂടെ സാധാരണക്കാർക്ക് നൽകുന്നതിനും നമുക്ക് പറ്റും. ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടറെ. അപ്പൊ ഡോക്ടർ മനോജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. നന്ദി ശൈല ഡോക്ടർ. ധനേഷ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എല്ലാം ശ്രദ്ധിച്ചു കാണും. ബോഡിയുടെ സൈഡ് വെച്ചിട്ട് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ത് കൊണ്ട് അസുഖം ഉണ്ടായെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് മാനിഫെസ്റ്റേഷൻ, അതാണ് ഹോമിയോപ്പതി പ്രാധാന്യമുള്ളത്. ചിലപ്പോൾ പാമ്പ് കടിച്ചുകൊണ്ട് പാമ്പിന്റെ വിഷം തന്നെ മരുന്ന് കൊണ്ടൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. പാരസെറ്റമോൾ കൊടുത്താൽ പാരസെറ്റമോൾ പൊടിച്ച് പൊട്ടൻസ് കൊടുക്കണമെന്നുള്ള അതല്ല. മനോജ് ഡോക്ടർ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പൊ ഹനുമാൻ അഫോഴ്സിന്റെ 26 പറഞ്ഞിട്ടുള്ള ഹോമിയോപ്പതിയുടെ കീ ആണ്. അതായത് അതുകൊണ്ടാണ് ഹോമിയോപ്പതി വയബിൾ ആവുന്നത്. പറയുന്നത് എന്താണ്? സിമിലർ മാനിഫെസ്റ്റേഷൻ ബൈ ഡിഫറിംഗ് ഇൻ കൈൻഡ്. എന്തുകൊണ്ട് അസുഖം ഉണ്ടായെന്നുള്ള മാനിഫെസ്റ്റേഷൻ വലത്തെ കയ്യിലാണ് എന്ന് പറഞ്ഞ ബേണിംഗ് സ്റ്റിങ്ങിങ് പെയിൻ യു ക്യാൻ ഗെറ്റ് പീസ്. ഇത് ഹോമിയോപ്പതി ഇതുകൊണ്ടാണ് പുതിയ മൊബൈൽ ഫോൺ ഹനുമാൻ മെറ്റീരിയലിക്ക് ഉണ്ടായ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ടുള്ള പറഞ്ഞ കൊണിയന്മാർക്കോ നല്ല ആർക്കോ കൊടുക്കാൻ പറ്റുന്നത്? സിമിലർ മാനിഫെസ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതാണ് പ്രധാനം. മനു വർഗീസ് ഡോക്ടർ ജോയിൻ ചെയ്തിട്ട് മനു വിളിക്കാം. യഥാർത്ഥ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ ഡോക്ടർ മനു വർഗീസ്. മനു വർഗീസ് ഡോക്ടർ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ റീവൈൻഡ് ചെയ്തു, പേര് മാറ്റിയിട്ടുണ്ട്. അതെ, അപ്പൊ മനു വർഗീസ് ഡോക്ടർക്ക് പ്രത്യേക പ്രാവീണ്യം വിഷചികിത്സയിൽ ഉണ്ടെന്നാണ് മനു ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഡോക്ടറുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്, അതിനുവേണ്ടി മനു വർഗീസ് ഡോക്ടറെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നമ്മൾ വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോ സാഹചര്യത്തിൽ പോകും. അതിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വിഷചികിത്സ എന്നുള്ളത്. ഈ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ സാധാരണ ഒരുപോലെ പ്രാക്ടീസ് ചെയ്യേണ്ട, എന്തെങ്കിലും ഡിഫറെന്റ് ചെയ്യണം എന്ന് വിചാരിച്ചുള്ള ഒരു ആഗ്രഹമൊക്കെ വെച്ച് കുറച്ച് പോയതാണ് ഇങ്ങനെ. അന്ന് നമുക്ക് എബ്രഹാം വൈദ്യൻ ഡോക്ടറിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. വേറെ ഒത്തിരി പേര് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാഷ്വൽ ആയിട്ട് എൻ്റെ സീനിയർ ആയിട്ടിരുന്ന സുല്ലം തോമസിന്റെ വീടിന്റെ അടുത്തായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ കോട്ടയം ബിഷപ്പായ സാബു കെ ചെറിയൻ അച്ഛനായിരുന്നു അവിടുത്തെ മിഷണറി അച്ഛൻ. അദ്ദേഹമാണ് അവിടെ ജെസ്സി ആയിരുന്നു പുള്ളിയുടെ വൈഫ്. പുള്ളിക്കാരിയുടെ നെയ്ബർ ആയിരുന്നു, അടുത്തായിരുന്നു. സുല്ലം തോമസ് ഡോക്ടർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സീനിയർ. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ ഒരു പ്രാന്തൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു, മനു ഇതിങ്ങനെ സ്ഥലമുണ്ട്, പോകാൻ പറയും. അപ്പം എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ വേറെ സഭയാണെങ്കിലും അമ്മയുടെ അതേ ചർച്ചയായിരുന്നു. അതിന്റെ അടുത്തായിരുന്നു മല്ലപ്പള്ളി സ്ഥലത്താണ് അവിടെ സ്റ്റാർട്ട് ചെയ്ത നൈനാൻ അച്ഛൻ ഉണ്ടായിരുന്നു. നൈനാൻ അച്ഛന്റെ കൊച്ചമ്മയാണ് ഇത് ആക്ച്വലി തുടങ്ങിയത്. നാൻസി നൈനാൻ എന്നൊരു ലേഡിയാണ് തുടങ്ങിയത്. അവരും ഇതുപോലെ ആക്സിഡന്റിലായിട്ട് അവിടെ പോവും. അവിടെ അച്ഛന്റെ കൂടെ പോയതാ. ഒരു അമച്ചർ ഹോമിയോപ്പത്താണ്, അവർ റിയലി പഠിച്ചതൊന്നും അല്ല. പക്ഷെ അവിടെ ചുറ്റുമൊക്കെ മഴയൊക്കെ പെയ്തു. അപ്പം
പാമ്പ് വിഷം, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അവരാരും വെള്ളത്തിൽ തൊടത്തില്ല, വെള്ളത്തിൽ തൊടാൻ പാടില്ല എന്നുള്ള ഇതുള്ളതുകൊണ്ട് അവരങ്ങനെ അവരുടെ നാട്ടു ചികിത്സ ചെയ്ത് മരിക്കുമ്പോഴാണ് ഈ കൊച്ചമ്മയ്ക്ക് തോന്നിയത് എച്ചിനേഷ്യ എന്തോ ട്രൈ നോക്കട്ടെ. അന്ന് കൽക്കട്ടയെന്നോ എന്തൊക്കെയോ വരുത്തി അത് മരുന്ന് കൊടുത്ത് ആള് രക്ഷപ്പെടാൻ തുടങ്ങി. കൊച്ചമ്മയും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷെ നാൻസി കൊച്ചമ്മ അങ്ങനെ ഒരു സെമി ഗോഡായി അവിടെ. കാരണം എല്ലാവരെയും ട്രീറ്റ് ചെയ്തു, ഭേദമാകുന്നുണ്ട്. ഇപ്പം ഇത് ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ ഇവിടെ ചെല്ലുന്നത് ഒരു ഏപ്രിൽ മാസം അടുപ്പിച്ചിട്ടാണ്, ഒരു മാർച്ച് അടുപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. തെലുങ്ക് ആകപ്പാടെ ഒന്നും അറിഞ്ഞുകൂടാ, ആകപ്പാടെ തെലുങ്കാണല്ലോ പറയേണ്ടത്. നമ്മളിത് ഒരു ഇനീഷ്യലായിട്ട് പോകുമ്പോൾ അച്ഛനോട് പറഞ്ഞ് 3 വാക്ക് പഠിച്ചാൽ മതി. ലേതു കാതു വന്നു, ഇല്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ 3 വാക്ക് പറഞ്ഞാൽ മതി. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ തെലുങ്ക് രാതു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത് വെച്ചിട്ട് ഞാൻ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഞാൻ ഏപ്രിൽ എന്റെ അവധി ദിവസമാണ്, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ആരുമില്ല, മുകുള്ളപ്പള്ളി എന്ന സ്ഥലമാണ്, വളരെ ദൂരെയാണ്. അങ്ങനെ പെട്ടു. പിന്നെ ഒരു ജീവിതത്തിന്റെ അന്നത്തെ ഒരു യങ് ഇതായോണ്ട് ഏതും എടുത്തിയാടും. അങ്ങനെ തുടങ്ങിയാണ് ഈ ഒരു പാമ്പ് ചികിത്സയുമായിട്ടുള്ള നമ്മുടെ ഒരു ട്രസ്റ്റ്. അവിടെ നോക്കുമ്പോഴത്തേക്ക് നേരത്തെ അവിടെ ഇരുന്ന ഞങ്ങളുടെ ഒരു സഹായമുണ്ട്, പുള്ളി പേത്രു എന്നാണ് പേര്. പുള്ളി എന്നോട് ഇങ്ങനെ വൈദ്യൻ ഡോക്ടറിനെ കുറിച്ചും നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർമാരെ കുറിച്ചും അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല, എങ്ങനെ ചെയ്യണം. പുള്ളി പറഞ്ഞു ഡോക്ടർ ഒന്നും പേടിക്കണ്ട, വരുമ്പോ എല്ലാം ചെയ്യാം. പുള്ളി പറഞ്ഞ ഈ മരുന്നെടുത്ത് ഇവിടെ കുത്തിവെക്കുക, ഇങ്ങനെ ചെയ്യുക, ഈ മരുന്ന് കൊടുക്കുക. പുള്ളിക്ക് പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അതെല്ലാം സെറ്റ് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനപ്പോൾ ആലോചിച്ചു, ദൈവമേ, പുള്ളിക്ക് വായിക്കാൻ അറിയത്തില്ല, ആ മരുന്നെങ്ങാനും മാറിയിരുന്നാൽ എന്തായിരിക്കും ഗതി. പിന്നെ ഞാൻ അന്ന് ഫോൺ വിളിക്കാൻ ഒരു മാർഗവും ഇല്ല. അടുത്ത ഞായറാഴ്ച പറക്കാൽ സ്ഥലത്ത് അർഷദ് എന്ന ഡോക്ടറുണ്ട്, കോട്ടയം കോളേജിൽ പഠിച്ച്. ഞായറാഴ്ച ഞാൻ വണ്ടി പിടിച്ച് ജീപ്പിൽ അങ്ങ് പോകും. ജീപ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു സൈഡ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, അത്ര ഇങ്ങനെ തൂങ്ങിപ്പോകുന്ന ഒരു ജീപ്പാണ്. ഇപ്പം ഈ ചെറിയ ചപ്പാത്തിലൊക്കെ ഈ നക്സലൈറ്റ് ബോംബ് വെക്കുന്നതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഇറങ്ങി കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് അങ്ങ് പോവാ. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറെ ഇത് എന്താ ചെയ്യുക, എന്താ പറയാ, എന്താ ചെയ്യുക. പുള്ളി പറഞ്ഞു ഒന്നും പേടിക്കണ്ട, തുടക്കത്തിൽ പാമ്പ് ചികിത്സയ്ക്കാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു 85% പാമ്പുകളും വിഷം ഉണ്ടാവത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ ലീതൽ ഡോസേജ് ഉണ്ടാവണമെന്നില്ല. പിന്നെ പുള്ളിയെ ഹിസ്റ്ററീസ് പറയാം, ഇങ്ങനെ ഓരോ കേസ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പുള്ളി പറഞ്ഞു വേറെ ഒന്നുമില്ല, ആദ്യമേ ഇല്ല എച്ചിനേഷ്യ കൊടുക്കുക. അപ്പം വൈദ്യൻ ഡോക്ടറുടെ ആ ഒരു പുസ്തകത്തിനുണ്ടല്ലോ, പറയാതെ വയ്യ എന്നുള്ള പുസ്തകത്തിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇനി പറയാതെ വയ്യ എന്നാണ് അതിനകത്ത് വളരെ തുടങ്ങിയതാണ്. ഇവരാണോ തുടങ്ങി അറിഞ്ഞൂടാ, പക്ഷെ പണ്ടൊക്കെ ഞാനൊന്നും ഇവിടുന്ന് പഠിക്കുമ്പോഴേ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ചിന്ത പോലും ഇല്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴേ അവര് പറഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുക്കാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അയ്യോ അതങ്ങനെ, ഹോമിയോപ്പതിയിൽ ഇഞ്ചക്ഷൻ ഇല്ല ഡോക്ടറെ. ഇവിടുത്തെ അന്ന് ആറമ്പിമാരാണ് അവിടെ എല്ലാം. ഇവിടെ ചെറിയ പനിക്കോ ജലദോഷത്തിനോ വരെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. നിങ്ങൾ പാമ്പ് കടിച്ചിട്ട് വന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തില്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കും. ഞാൻ പറയുന്നത് എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കും, അതൊന്നും പേടിക്കണ്ട, അവിടെ ഡിസ്റ്റിൽ വാട്ടർ ഉണ്ട്, ഡിസ്റ്റിൽ വാട്ടറിനകത്ത് ഇങ്ങനെ എടുത്തിട്ട് 2 തുള്ളി എച്ചിനേഷ്യ ഒഴിക്കുക, കുത്തിവെക്കുക. ഞാൻ പറഞ്ഞു ദൈവമേ, നമ്മള് കൈ വിറച്ചോണ്ടാ. അവർക്കൊരു പ്രശ്നവുമില്ല, അവർ വന്നിരിക്കും, അവരിങ്ങനെ കാണിക്കും, കുത്തിവെച്ചോളാൻ പറയും. അവരാദ്യം അവരുടെ റുട്ടീൻ അവർക്ക് ആ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയോ, കുറെ നാളായിട്ടുള്ള ചികിത്സയല്ലേ. വിറച്ചാണ് ആദ്യം ഇഞ്ചക്ഷൻ കൊടുത്തത്. ഭയങ്കര 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 ബേണിംഗ് പെയിൻ ആണ് ഇത് കുത്തിവെക്കുമ്പോൾ. ആദ്യത്തെ 2-3 കേസ് അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ഞാൻ അപ്പൊ ഇതായിരിക്കും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്തൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോ സ്പെസിഫിക്സ് പറയുമ്പോഴേ എല്ലാവർക്കും അത് സ്പെസിഫിക് അല്ല. നേരത്തെ മനോജ് ഡോക്ടർ പറഞ്ഞതാണ് കറക്റ്റ്. അത് നേരത്തെ ഡോക്ടറും പറഞ്ഞത്, ധനീഷ് ഡോക്ടറും പറഞ്ഞില്ലേ, ഇൻഡിവിജ്വലൈസേഷൻ്റെ അകത്തുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു നാച്ചുറൽ ഡിസീസ് ആണോ? പുറത്തുനിന്ന് പാമ്പ് കടിച്ച് വിഷം വന്നത് നാച്ചുറൽ ഡിസീസ് ആണോ? അപ്പം അത് നാച്ചുറൽ ഡിസീസ് ആയിരിക്കും? അല്ല. അപ്പൊ നാച്ചുറൽ ഡിസീസിന് ട്രീറ്റ് ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് എല്ലാം ഇതിനകത്ത് പറ്റുമോ ഇല്ലയോ? അതായിരുന്നു പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ നോക്കിയാൽ അപ്പം ഇങ്ങനൊരു കേസ് വന്നാൽ, പക്ഷെ മനുഷ്യർ റെസ്പോണ്ട് ചെയ്യുന്ന പല രീതിയിലാണ്. എല്ലാവരും ഒരുപോലെ അല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു വലിയ ഒത്തിരി എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അങ്ങനെയാണ്. പക്ഷെ വളരെ ചെറിയ എമൗണ്ടിലാണ് ഒരു അകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വരുന്നെങ്കിൽ മനുഷ്യർ പല രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാം. അവിടെയാണ് ഹോമിയോപ്പതിക്ക് വരുന്നത്. പക്ഷെ വലിയൊരു എമൗണ്ട് ആണ് ഒരു പോയിസൺ കുത്തിവെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്കോപ്പ് ഇല്ല. അതൊരു എക്സ്റ്റേണൽ ആയിട്ട് തന്നെ എല്ലാം ഒട്ടനെ മരിച്ചു പോകും. പക്ഷെ എല്ലാ ഡോസേജും ലീതൽ ഡോസേജ് അല്ല എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് സാധനം. ആ ഡോസേജിന് സിംറ്റം ഉണ്ടാക്കും. എല്ലാവർക്കും എച്ചിനേഷ്യ കൊടുത്തോണ്ട് ഞാൻ പറയാം, എനിക്കന്ന് പേടിയൊന്നുമില്ലായിരുന്നു. ആദ്യം എല്ലാവർക്കും ഇത് തുടങ്ങിയപ്പോൾ കുറെ നാൾ എച്ചിനേഷ്യ എന്നെ കൊടുത്തോണ്ടത്, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം കൊടുത്തപ്പോഴാണ് ഒരാൾ ഡോക്ടർ എന്റെ നാക്ക് കട്ടിയാവുന്നു.
ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യും, കട്ടിയാവുന്നു. അപ്പം എനിക്ക് വിളിച്ചു ചോദിക്കാനില്ല, വൈകുന്നേരമായി, രാത്രി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നക്സലൈറ്റ് ഉള്ളതുകൊണ്ട് ആ പോലീസിന്റെ ഇതില്ലാതെ ഞാൻ രാത്രി അങ്ങോട്ട് വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. അല്ലാതെ എന്നെ കൊണ്ട് അത്രയ്ക്കുള്ള ഒരു ജീപ്പ് പിടിച്ച് പോകാനും പറ്റത്തില്ല, അർഷൻ ഡോക്ടറെ കാണുന്നു. അപ്പൊ പിന്നെ നമ്മുടെ ആപ്പാടെ റെപ്പർട്ടറി ഉണ്ട്. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞു, അടുത്ത എന്താ അയാൾ പറഞ്ഞു, എനിക്ക് കുളിരാൻ തുടങ്ങുന്നു, കണ്ണ് ചുമക്കുന്നു, നാക്ക് തടിക്കുന്നു. അപ്പം പാമ്പ് വിഷമാണ് കടിച്ചത്. അവൻ വന്ന് പറയുന്ന എല്ലാം സാർ, കടിച്ച എല്ലാം മൂർഖനാന്ന് അവരെല്ലാം പറയാം, വേറെ ഒന്നുമില്ല, എന്ത് കടിച്ച എല്ലാം മൂർഖൻ പാമ്പ് സാർ, നാഗം പാമ്പ്. നമുക്ക് ഒട്ടോ വിറയലോട് നമ്മൾ റെപ്പർട്ടറി നോക്കുന്നു. അപ്പം ആദ്യം എച്ചിനേഷ്യ കൊടുത്തു, 2-3 ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ഒരു രക്ഷയില്ല, നടക്കുന്നു. അപ്പൊ നോക്കുകയാണ് ഇതെല്ലാം റെപ്പർട്ടർ, അന്ന് നമുക്ക് ആപ്പടെ അറിയുന്ന റെപ്പർട്ടറൈസ് ചെയ്യാം. റെപ്പർട്ടറൈസ് ബെല്ലഡോണയാണ് വന്നത്. ബെല്ലഡോണ കൊടുത്തു. ഒരു മണിക്കൂർ മുമ്പേ തന്നെ അകത്ത് തന്നെ നാക്ക് കട്ടി കുറയാൻ തുടങ്ങി, കണ്ണ് ചുമക്കാൻ തുടങ്ങി. കൺജഷൻ ആണ് പ്രധാനം വരുന്നത്, ബ്രെയിനിലെ കൺജഷൻ ആയിരിക്കാം. അടുത്ത വരാൻ പോകുന്ന ഇത് ന്യൂറോ ടോക്സിക് ആണ്. അപ്പോൾ ന്യൂറൽ റെമഡി ആണ് കൺജഷൻ തുടങ്ങുന്ന ഫസ്റ്റ് റെമഡി. അന്ന് ഞാൻ നല്ലതായിട്ട് ഭയങ്കര ഹാപ്പിയായി. കാരണം ബെല്ലഡോണ എനിക്ക് പക്ഷെ അറിയത്തില്ലായിരുന്നു. റെപ്പർട്ടറി ഇത് ഈ ടെൻഷൻ അടിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഫീലിംഗ്. അതുപോലത്തെ ഒരു ഡോപ്പമിൻ കിട്ടുന്ന ഒരു സാധനം വേറെ ഒന്നുമില്ല. അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് ബെല്ലഡോണ അപ്പൊ ഞാനത് ചോദിച്ചു, ചേട്ടാ എനിക്കിത് പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. നാളെ ഇനി അവിടെ പോകുന്നവർക്ക് അത് ഞാൻ എഴുതി വെച്ചു. അയാൾക്ക് ആദ്യം വന്ന സിംറ്റം എന്താ, അത് കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞിട്ട് ബെല്ലഡോണ കൊടുത്തു, എത്ര നേരം കഴിഞ്ഞപ്പോൾ ഇയാളുടെ കൺജഷൻ മാറി എന്നൊക്കെയുള്ള ഞാൻ എല്ലാം ഒരു ടൈം വെച്ച് എഴുതാൻ വെച്ചു, പേപ്പറിൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ആ കേസ് പോയി. പിന്നെ അപ്പൊ എനിക്കൊരു പാഠം പഠിച്ചു, എച്ചിനേഷ്യ മാത്രം പോരാ, ബെല്ലഡോണയും ഇതിന് ആക്ഷനുള്ള മെഡിസിനാണ്. ഒരു കൺജഷൻ വന്ന് അതിന്റെ സിംറ്റം പറഞ്ഞാൽ അയാൾക്ക് വരുന്ന സിംറ്റം ഇച്ചിരിയും കൂടെ കൂടുതൽ ഡോസേജ് ആയിട്ട് പോയിസൺ കയറുകയാണെങ്കിൽ ന്യൂറോ ടോക്സിക് ആയിട്ട് കണ്ണ് ചുമക്കും, നാക്ക് തടിക്കും, ചെറിയൊരു കുളിരും വരാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിഞ്ഞത്, ഒരാൾ പറഞ്ഞു എനിക്ക് ശബ്ദം പോയി, അഫോണിയ വന്നു, സൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ എനിക്കറിയാം ലാരഞ്ചൽ ഇഡിമയാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം പാരാലിസിസ് വന്നിട്ട് ചിലപ്പം ഇത് കുഴഞ്ഞു പോകുന്നതിന്റെ അകത്ത് ഇത് പോകാൻ സാധ്യതയുണ്ട്. ലാരഞ്ചൽ പാരാലിസിസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്പിറേറ്ററി പാരാലിസിലോട്ട് പോവാം. അയ്യോ, അപ്പൊ അയാൾ പറഞ്ഞു ഇവിടെ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നു, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പം ലാക്കസിസോ നാജയോ ആ ലെവലിൽ. അന്നാണ് ഞാൻ നാജയെ കുറിച്ച് പഠിക്കുന്നതും ലാക്കസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം പിന്നെ സിംറ്റംസ് എല്ലാം വീണ്ടും കമ്പാരിസൺ നോക്കി. അപ്പം പിന്നെ പറഞ്ഞു ലാക്കസിസ് ആണ് റെപ്പർട്ടറൈസ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ബെല്ലഡോണ കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് മിക്കവാറും ലാക്കസിസ് വരും. എന്റെ തിയറിയാണ് അന്നത്തെ എന്റെ ഒരു ഇതിനകത്ത്. എന്ന് കഴിഞ്ഞാൽ ഈ പാമ്പ് കടിച്ചാൽ ആദ്യ സ്റ്റേജിൽ നിങ്ങൾ എച്ചിനേഷ്യ കൊടുക്കുക, എച്ചിനേഷ്യ കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ബെല്ലഡോണ കൊടുക്കുക, അത് കഴിഞ്ഞ് ലാക്കസിസ് കൊടുക്കുക. അപ്പം അതിനകത്ത് കുറെ കേസിനകത്ത് അങ്ങനെ വന്നു. അപ്പൊ ഇതെല്ലാ കേസും നമുക്ക് അറിഞ്ഞുകൂടാ, എത്ര ഡോസേജ് കയറി എന്ന് അറിഞ്ഞുകൂടാ. രാത്രി ഇവര് ഇത് എന്താണ് പരുത്തി കൃഷിയാണ്, പഞ്ഞിയുടെ സാധനം. രാത്രി എന്തെങ്കിലും കടിക്കുമ്പോൾ ഓടി വരും. ഇതാണ് എൻ്റെ ഒരു രീതി. അപ്പം ഏത് പാമ്പാന്ന് പക്ഷേ കടിക്കുന്നവർക്ക് എല്ലാം നാഗംപാമ്പാണ് കടിച്ചത്. നമ്മൾ നോക്കുന്ന 2 കാര്യമുണ്ട്. നമ്മൾ ആദ്യം നോക്കും, സ്ക്രാച്ച് മാർക്കാണോ 2 ഫാങ് മാർക്കാണോ, ലോക്കൽ ഇഡിമ ഉണ്ടോ ഇല്ലയോ. അപ്പൊ ലോക്കൽ ഇഡിമ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് എ പോയിസൺ. 2 ഫാങ് മാർക്ക് ആണെങ്കിൽ അത് ഇതിൽ ഏതോ ആണെന്നാണ്, പോയിസൺ സ്നേക്ക് ആണ്. മറ്റു സ്ക്രാച്ച് മാർക്സ് ആണെങ്കിൽ നോൺ പോയിസൺ സ്നേക്ക് ആണ്. ഇതാണ് നമുക്ക് അറിയാവുന്ന സാധനം. അപ്പൊ ഞാൻ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് ഡോക്ടറോട് പറയും. അല്ലെങ്കിൽ അന്ന് സാബുച്ചൻ ചിലപ്പോഴൊക്കെ ഇവിടെ ഉള്ളപ്പം ഞാൻ സാബുച്ചനെ കാണാൻ പോകും. അച്ഛാ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആ സാബുച്ചൻ കൊച്ചമ്മയെ വിളിച്ചിട്ട് ബാക്കി എന്തൊക്കെ പറഞ്ഞു തരും. അവിടെ മാത്രമേ ലാൻഡ് ഫോൺ ഉള്ളൂ, അന്ന് മൊബൈൽ ഫോണില്ല. അപ്പൊ ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പൊ നമുക്കത് വിളിക്കാൻ പറ്റത്തില്ല, അവരുടെ ചർച്ചിന്റെ ആണ്, അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ലാക്കസിസ് ഒന്നും അങ്ങനെ കുറെ നാൾ പോയി. അത് കഴിഞ്ഞിട്ടാണ് നാജ അടുത്ത സ്റ്റേജ്. വീണ്ടും ഒരു ഡ്രൂപ്പി ഇതാകുന്ന കേസാണ് നാജ. ഇതെല്ലാം 30 പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. എച്ചിനേഷ്യ ഇപ്പൊ ചോദിച്ചു ടിഞ്ചറാണ് കൊടുത്തിട്ടുള്ളത്, 30 കൊടുത്തിട്ടില്ല. ബെല്ലഡോണ 30, നാജയും 30, ലാക്കസിസും 30 ആണ് കൊടുത്തത്. എങ്ങനെ കൊടുക്കും? ഇത് അന്നത്തെ ടെൻഷനിലാണല്ലോ. കൊടുക്കുക, കൊടുക്കുക, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. അവരുടെ സിംറ്റം കുറവില്ലെങ്കിൽ നമ്മൾ രാത്രി മുഴുവൻ ഇരിക്കും കേട്ടോ ഇവരുടെ കൂടെ. കാരണം ഇവര് ഇവിടെ വന്നിരുന്നിട്ട് അവരങ്ങ് ഉറങ്ങും. കാരണം അവർക്ക് വിശ്വാസമാണ്, നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമാണ്. നമുക്കാളെ ടെൻഷൻ. നമ്മൾ അവരുടെ കൂടെ ഉറങ്ങാതിരിക്കും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നോക്കും, ഇവന് ട്രൗസിയായി പോയാൽ നമുക്ക് അറിഞ്ഞുകൂടാ, ന്യൂറോ ടോക്സിക് ആണ്, അവനെ ഉണർത്തിരിക്കണം. അവൻ പറയും, സാർ ഞാൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂ സാർ, ഇന്നലെ രാവിലെ മുഴുവൻ പണിയായിരുന്നു, എനിക്ക് ഉറക്കമുണ്ടോ ടെൻഷനുണ്ടോ പറയാൻ ആരെങ്കിലും ഉണ്ടോ? മലയാളം പറയാൻ ആരുമില്ല. ആ പടം അറിയാവുന്ന മുഴുവൻ തെലുങ്കിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇവനിങ്ങനെ ചിലപ്പോൾ പകുതി ഉറങ്ങും. കാരണം എന്തറിയാമോ, 5 ml എച്ചിനേഷ്യ
എന്താ 400 ml ബോട്ടിലാണ് കൊടുക്കുന്നത്. അവനൊരു 15 ml വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ഒരു കിക്ക് നല്ല അടിച്ച് ഫിറ്റ് ആവണ പോലെ കാരണം വീണ്ടും കൊടുക്കേണ്ടി വരും. രാത്രി മുഴുവൻ ഇത് കൊടുത്തോണ്ടിരിക്കുക. ഒരു 10 ml ഇതെന്ന് പറഞ്ഞാൽ 90% ആൽക്കഹോൾ അല്ലേ. 450 ml കലക്കിയിട്ട് അവൻ കുടിക്കുകയാണ്. അവൻ വേറെ ഒന്നും കഴിച്ചു കാണത്തില്ല. വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കത്തില്ല. അവിടുത്തെ ആൾക്കാർ വെള്ളം ഇത് കഴിച്ചാൽ പാമ്പ് കടിച്ചാൽ വെള്ളം കുടിക്കാൻ പാടില്ലെന്നാ. മരുന്ന് മാത്രമേ കഴിക്കാവുള്ളൂ, അത് ഹോമിയോ മരുന്ന്. ഇത് പിന്നെ മുഴുവൻ വെള്ളം തൊടാതെ മറ്റേ ഓൺ ദ റോക്സ് അടിക്കുന്ന പോലെ ഈ മദ്യം അടിക്കുന്നു. ആകുമ്പോ പകുതി ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ ആകുമ്പോൾ അവന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുണർത്തും. ബാഞ്ചൻ എന്താണ് സംഭവം, എന്താണെന്ന് വിളിച്ച് എനിക്ക് അറിയാവുന്ന അയ്യാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവനെ വിളിച്ച് ഒരു മണിക്കൂർ എനിക്ക് ഉറക്കം വരത്തില്ലല്ലോ. അവൻ അവസാനം ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് തറ വീണാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കിടന്ന് ഉറക്കമായിരിക്കും. ഞാനും ചിലപ്പോൾ എൻ്റെ കൂടെ ഉള്ള പേത്രു എന്നൊരാളും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും, സാർ എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അയാളെ കിടന്നുറങ്ങും. എനിക്ക് അയാളും ശരിക്കും പറയാൻ അറിഞ്ഞൂടാ. പിന്നെ രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് ഒരു ഇയാൾ വന്ന് ഉപദേശി വന്ന് പള്ളിയിൽ പാട്ടിടും. രാവിലെ 5 മണിക്ക് എങ്ങാണ്ട് അവരുടെ പള്ളി പാട്ടിടും. ആ പാട്ട് വെച്ചിട്ടാണ് ആട്ടുകാരെല്ലാം ക്ലോക്ക് ആണ് ആ സമയത്ത്, അതനുസരിച്ചാണ് എല്ലാം ശരിയാക്കുന്നത്. ആ സമയത്ത് ഇയാളെ വിളിക്കുമ്പം, സാർ എൻ്റെ നാക്കിൽ കെട്ടെല്ലാം പോയി. ഞാൻ സാറിന് അത്ര വലിയ പള്ളി ഭക്തനൊന്നും അല്ല. അന്ന് ഞാൻ പള്ളിയിൽ പോയി ദൈവമേ രക്ഷപ്പെടുത്തു, ഒരാളെ രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു അയാൾ പോയെന്ന്. അതിന്റെ കൂടെ ഞാൻ പോകുമെന്ന് എനിക്ക് പേടിയായിരുന്നു. എന്തായാലും അങ്ങനെ രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആങ്സൈറ്റി സ്റ്റേറ്റ്സ് ഉണ്ട് വരാറുണ്ട്. ആങ്സൈറ്റി സ്റ്റേറ്റ്സ് ഒരാൾക്ക് ഇതെല്ലാം തുടങ്ങി കഴിച്ചു കഴിഞ്ഞു, ഇയാളുടെ ലോക്കൽ സിംറ്റംസ് എല്ലാം മാറി, ജനറൽ സിംറ്റംസ് മാറി, പക്ഷെ ഭയങ്കര സലൈവേഷൻ. രാവിലെ തുടങ്ങുന്നു, വൈകുന്നേരം വരെ എത്ര മഗ് സലൈവ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഞാൻ എന്റെ എച്ചിനേഷ്യ കൊടുത്തു. അപ്പൊ ഞാൻ ഇനി എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? മർക്സോൾ കൊടുത്തു നോക്കി. എനിക്കറിയാവുന്ന 1-2 സലൈവേഷൻ മെഡിസിൻസ്, അതൊക്കെ സിഫിലിനൊക്കെ കൊടുത്തു നോക്കി, ഒരു രക്ഷയില്ല. അപ്പം എനിക്ക് വാറങ്കിൽ ഒരു വലിയ സീനിയർ ആയിട്ടൊരു ഹോമിയോപ്പതി ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഇയാളെ ഞാൻ മരുന്ന് വാങ്ങാൻ പോകുന്ന അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അയാളെ വിളിച്ചു, സാറേ അവിടെ ചെന്നപ്പം ഇവിടെ ഈ പേഷ്യന്റ് പറഞ്ഞു, സാറേ എന്നാ ഇതൊന്നും കുറയുന്നില്ല, ഞാൻ എന്നാ മാറങ്ങൽ മെഡിക്കൽ കോളേജിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കേസ് എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ അയാളെ നിർത്താൻ പറ്റത്തില്ല. അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞു, എടാ ഇങ്ങനത്തെ കേസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അപ്പൊ നമുക്ക് പുള്ളിക്കാരനെ കൊണ്ടുപോയി, എന്താ പ്രശ്നം അറിയത്തില്ലല്ലോ, വേറെ എന്തെങ്കിലും പാമ്പ് വിഷത്തിന് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നോട് അവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞു, ഇങ്ങനത്തെ കേസാണ് ലൈസിൻ, ഇങ്ങനത്തെ സലൈവേഷൻ ഭയങ്കര വരുവാണ് കേസ് വരാണെങ്കിൽ അതൊരു ആങ്സൈറ്റി അവർ പറഞ്ഞു ആങ്സൈറ്റി ന്യൂറോസ് കൊണ്ടാണെന്ന് പറഞ്ഞ് അവരത് ആന്റി ആങ്സൈറ്റി മരുന്നാ കൊടുത്ത്. അവള് പറഞ്ഞു, നീ ചെയ്യാതെ പോയത്, പക്ഷെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇനി തൊട്ട് ലൈസിനെ കൊടുക്കാവുള്ളൂ. പിന്നെ എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല, പക്ഷെ ഈ ഒരു സാധനം കൂടെ പറയാം, ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പം വരും, കഴിക്കുന്ന മുമ്പ് തന്നെ ചെറിയ ഇതുണ്ടെങ്കിൽ ആഴ്സാൽബിന് സിംറ്റം പ്രസന്റേഷൻസ് വരും. ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്, ഞാൻ ചത്തുപോവുകയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കേസിൻ്റെ അകത്ത് ആഴ്സാൽബ് കൊടുത്ത് വളരെ കാമായി വരുന്ന കേസും ഉണ്ടായിട്ടുണ്ട്. അക്കോണൈറ്റ് ഞാൻ കൊടുത്തില്ല, ഒരു പോയിസണസ് സ്റ്റേറ്റ് ആണ് അക്കോണൈറ്റ് കൊടുത്തത്. എന്തുകൊണ്ട് അന്ന് എല്ലാവരും ഞങ്ങളുടെ അന്ന് പക്ഷേ പറക്കാൽ വെച്ചായിരുന്നു. അപ്പൊ മറ്റു 2 ഡോക്ടർമാരുണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചു, നമുക്ക് അക്കോണൈറ്റ് കൊടുക്കണോ ആഴ്സാൽബ് കൊടുക്കണോ? അപ്പൊ നമുക്കിങ്ങനെ ലോട്ടിട്ട് നോക്കണോ, എന്താണ് കമ്പാരിസൺ. അങ്ങനെ ആഴ്സാൽബ് കൊടുത്തു. ബട്ട് സ്റ്റിൽ അന്ന് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. പക്ഷെ ആ 1 മണിക്കൂർ നമ്മൾ തിന്നും കേട്ടോ. കാരണം പോയിസൺ എഫക്റ്റ് ആണ്. എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ കുഴപ്പം നമ്മളാണ്. രക്ഷപ്പെട്ടാൽ ഓക്കെ, അവർ വാങ്ങിച്ചു അവരങ്ങ് പോകും. നമുക്കറിയത്തില്ലല്ലോ. അതാ ആഴ്സാൽബ് സ്റ്റേജ്. പിന്നെ ഒരു സ്റ്റേജ് എനിക്കത് വിഷമമുള്ള കേസാണ്. കാരണം ഞാൻ ഇതിന്റെ അകത്താണ് എൻ്റെ ഒരു എത്തിക്കൽ ഇഷ്യൂ വന്നത്. അത് ഞാൻ അന്ന് പറക്കാൽ നിൽക്കുമ്പോഴാണ്, രാത്രി ആയപ്പോഴത്തേക്ക് ഒരാൾ വന്നു, ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഇവിടെ വരെ വന്നു. അപ്പൊ അയാൾ പറഞ്ഞു പാമ്പ് കടിച്ചാണ്. ഞാൻ പറഞ്ഞു പാമ്പാണെന്ന് ഉറപ്പാണ്? സാറ് കടിച്ചു, നല്ല ആഞ്ഞു കടിച്ചു, നല്ല ഫാങ് മാർക്ക് കൊണ്ട് ഇതുണ്ട്. അപ്പം പക്ഷെ നമ്മൾ എത്ര മരുന്ന് കൊടുത്തു, ബെലഡോണ കൊടുത്തു, ലാക്കസിസ് കൊടുത്തു, രക്ഷയില്ല. അയാളുടെ ഓരോ സ്റ്റേജായിട്ട് കൈ തളർന്നു, കാൽ തളർന്നു, സംസാരം പോയി, അയാൾ മരിച്ചുപോയി. എന്നെ ഭയങ്കര ഷോക്കാക്കി പോയി. ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു, ടിഞ്ചർ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ കൊടുത്തു, എന്നിട്ടും വർക്ക് ചെയ്തില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സ്റ്റേജ് നമ്മുടെ മുന്നിൽ വരും. പക്ഷെ ഇങ്ങനെ വരികയാണെങ്കിൽ, ഇങ്ങനെ കൈയും കാലും തളരുന്ന ഒരു സ്റ്റേജ് എനിക്ക് അന്ന് അറിയത്തില്ല. കാരണം ബെലഡോണ, ലാക്കസിസ്, നാജ ഇത്രയും എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഇതാണ് കൊടുക്കാറ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കണം? ഇങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോൾ, പാരാലിസിസ് വന്നപ്പോൾ, അപ്പം ആള് മരിച്ചു. അപ്പൊ അന്ന് എനിക്ക് 2 ദിവസം ഭയങ്കര ഡിപ്രഷൻ അടിച്ചു. നമ്മുടെ മുന്നിൽ അയാൾ വന്ന്, എന്റെ ഗ്രാമത്തിലുള്ള ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ വന്നില്ല ഡോക്ടറെ, എന്നിട്ടും എന്താ പറ്റി, രക്ഷപ്പെടുത്താൻ പറ്റാത്തതെന്ന് അയാളുടെ ഭാര്യയൊക്കെ എന്നോട് ചോദിച്ചു. കുട്ടികളൊക്കെ ഉണ്ട്.
ഇപ്പൊ എൻ്റെ ഒരു അറിവില്ലായ്മ എന്നെ വല്ലാതെ ഇതായത്. പിന്നെ അന്ന് ഞാൻ കുറെ പുസ്തകം എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഈ പാരാലിസിസ് ക്യുറാറെ പോയിസൺ ഇസ് എക്സാക്ട്ലി സിമിലർ ടു കോബ്ര ബൈറ്റ് പോയിസൺ എന്ന് വായിക്കുന്ന അങ്ങനെയാണ്. സ്നേക്സ് ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കാണ് അന്ന് ഞാൻ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഞാനത് വായിച്ചു നോക്കി. ക്യുറാറെ എന്നുള്ള മെഡിസിൻ എക്സാക്ട്ലി സിമിലർ ടു കോബ്ര ബൈറ്റ് പോയിസൺ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, അവരുടെ അൺഫോർച്ചുനേറ്റ് കൊണ്ടോ എൻ്റെ ഇത് കൊണ്ടോ ഞാനത് അയാൾ മരിക്കുന്ന മുമ്പേ വായിക്കാൻ പറ്റി. അതുകൊണ്ട് ഒരു ജീവൻ പോയി. ക്യുറാറെ എന്നുള്ള ഇതൊരു എക്സാക്ട്ലി സിമിലർ ആണെന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ എനിക്കത് പിന്നെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ക്യുറാറെ 30. അപ്പൊ ഞാൻ അന്ന് KV ജോൺ സാറിനോട് ഇത് പറഞ്ഞു. മരിച്ചുപോയ KV ജോൺ സാറ് പറഞ്ഞു നമുക്കൊരു പേപ്പർ എഴുതാം എന്ന് പറഞ്ഞു. അപ്പം കമ്പ്യൂട്ടർ ഇല്ലേ, ഇവിടുത്തെ ടൈപ്പ് റൈറ്റർ, ഞാൻ അവിടെ നിന്ന് ആന്ധ്രയിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഏതൊരു അടുത്ത് പോയിട്ട് ടൈപ്പ് റൈറ്ററിങ് കൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഇവിടുത്തെ ഏതോ 2 ജേണലിൽ ISK ന്യൂസ് ആണെന്ന് തോന്നുന്നു, ഏതോ ഒരെണ്ണത്തിൽ ഇട്ടു. പിന്നെ വേറെ ഒരു ഏഷ്യൻ ഹോമിയോപ്പതിക് ജേണൽ, അങ്ങനത്തെ ഒരു ജേണൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനകത്ത് വെടിയിപ്പിച്ചു. ഞാൻ CCRH എഴുതി. അപ്പൊ CCRH പറഞ്ഞു ഇതൊക്കെ കൊള്ളാം, പക്ഷേ ലീതൽ ഡോസേജ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? നീ കൊടുത്തതെല്ലാം എങ്ങനെ അറിയും? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ ഒരു മാർഗവും ഇല്ല, കുത്തിവെച്ച് നോക്കാൻ പറ്റുകയില്ല. ഇത് ആരെങ്കിലും റിസർച്ച് എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം ഒരാൾ ലൈഫ് ആൻഡ് ഡെത്ത് പ്രോബ്ലം ആണ്. ഇപ്പം ഈ ഫസ്റ്റ് എയ്ഡിന്റെ അപ്പുറം കൊടുക്കണമെങ്കിൽ, ഒരാൾ മരിച്ചു പോകുന്ന സാധനത്തിൽ കൊടുക്കണമെങ്കിൽ ഷുവർ ആയിരിക്കണം ഇത് കൊടുത്താൽ ക്യൂർ ആവും എന്നുള്ളത് ആയിരിക്കണം. ഇന്ന സ്റ്റേജ് വന്നാൽ, പാരാലിസിസ് സ്റ്റേജ് വന്നാൽ ക്യൂറാറെ ഇത് കുറഞ്ഞാൽ വർക്ക് ചെയ്യും എന്നുള്ള നമ്മുടെ ഇപ്പൊ ഒരു കേസ് പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ, കേസ് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എവിഡൻസ് ബേസിൽ ഏറ്റവും താഴെ കിടക്കാണ് കേസ് റിപ്പോർട്ട്. പുള്ളി ഒരു പറഞ്ഞു ചെയ്യണം. അന്ന് നമുക്ക് ഇതിന്റെ ഒരു കെടുപിടി അറിഞ്ഞുകൂടല്ലേ. ഇന്നല്ലേ ഹാർട്ടും ഇതുമൊക്കെ പഠിച്ചു തുടങ്ങിയത്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ അറിയാമെന്ന്. അന്ന് നമുക്ക് ഒന്നും അറിയത്തില്ല. റിസർച്ച് എന്ന് പറഞ്ഞാൽ ആരോ വലിയ ആൾക്കാർ ചെയ്യുന്ന എന്തൊക്കെയോ CCRH എന്ന് പറഞ്ഞാൽ അത് സാധനമാണ്. അപ്പൊ അവർക്ക് എഴുതുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഇതിനകത്തുള്ളൂ. അവർ പറഞ്ഞു നിങ്ങൾ സ്നേക്ക് വെനം എടുത്തിട്ട് നിങ്ങൾ ചെയ്യണം. നമുക്ക് അവിടെ സ്നേക്ക് വെനം അന്ന് ആകെപ്പാടെ 3000 രൂപയാണ് ഓണററിയം. വെറുതെ ഒരു സർവീസ് നിലയിൽ നമ്മുടെ ഒരു ക്രൈസിനെസ്സിന് പോകുന്നതല്ല, നമ്മുടെ ഒരു അന്നത്തെ ഒരു ആവേശത്തിന് പുറത്ത് ചാടുന്നതല്ലേ. ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും, പക്ഷെ സ്റ്റിൽ അന്നത്തെ ആവേശത്തിന്റെ അകത്ത് പോയതാ. അന്ന് അത്രയ്ക്കുള്ള സാമ്പത്തികം ഒന്നുമില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ ഇന്ന് വളരെ ഞാൻ എടുത്ത മണ്ടത്തരം ഡിസിഷൻസുകളിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നതും സന്തോഷം തോന്നുന്നതുമായ സാധനങ്ങളാണ് അതൊക്കെ. ഇത് മാത്രമല്ല കേട്ടോ, വൈദ്യൻ ഡോക്ടർ ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഇതിനകത്ത് സെമിനാറിലൊന്നും പറഞ്ഞാൽ തീരില്ല. ഇത് മാത്രമല്ല, വിഷചികിത്സ പറയുമ്പോൾ അവര് ഈ പരുത്തിക്കടിക്കുന്ന മരുന്ന് കുടിച്ചോണ്ട് വരും. അതൊരു വിഷമാണ്. ഒരു ദിവസം ഞാൻ ഇതുപോലെ നിൽക്കുമ്പോൾ കാണാം ഒരാൾ ഇങ്ങനെ ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ മണി എടുത്ത് ഇങ്ങനെ പടപട സ്പീഡിൽ വരുന്നു. ഫയർ എഞ്ചിൻ ഒഴിക്കുന്ന പോലെ കാളവണ്ടി ഇങ്ങനെ ആഞ്ഞടിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പീത്തുറഞ്ഞു, സാറേ മന്ത് അടിച്ച് ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യാനാ, അത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? സാറേ അവിടെ ഇരിക്കുന്ന നാക്സോമിക്ക 6 വരെ വരുന്നില്ലേ, അതെടുക്കണം. ഞാൻ പറഞ്ഞു അത് മരുന്നിന് എന്താ കൊടുക്കാൻ പറ്റും? അത് അങ്ങനെയാ കൊടുക്കുന്നത്. എന്നിട്ട് ഗ്യാസ്ട്രോ ട്യൂബ് എടുത്തിട്ട് അതിന്റെ നക്സോമിക എടുത്ത് കലക്കി കൊടുക്കും. ഇവൻ ഛർദ്ദിക്കും. നക്സ് 6 കൊടുത്താൽ ഇങ്ങനത്തെ വിഷം കഴിച്ചവനെല്ലാം ഛർദ്ദിക്കും അത്രേ. അന്ന് ഞാൻ ആദ്യം പഠിക്കുന്ന നക്സ് വിഷം കഴിച്ച ആളെ നമ്മൾ ഇവിടെ ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടില്ല. അതും പരുത്തി കഴിക്കുന്ന മോണോക്രോട്ടോഫോസ് പറഞ്ഞ വലിയ വലിയ കൂടിയ മരുന്നാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ആദ്യം ആ പരുത്തി കൃഷിയൊന്നും നമുക്കില്ലല്ലോ, അറിയില്ലല്ലോ. പരുത്തി കൃഷിക്ക് മോണോക്രോട്ടോഫോസ് കൊടുക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അതിന്റെ സൈഡ് എഫക്ട് പഠിക്കുന്ന അവിടെയാണ്. ഞാൻ ആദ്യത്തെ കേസിന് ഫ്രണ്ട് വരുമ്പോഴാണ് ഇതിനൊക്കെ നമ്മൾ ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുന്നു. അതൊക്കെ വൈദ്യൻ ഡോക്ടർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. നമ്മളെനിക്ക് ദൈവമേ, വൈദ്യൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്. അവിടെ ഡ്രിപ്പ് ഇടുക, ഇവിടെ ആൾക്കാർക്ക് ഡ്രിപ്പ് ഇടുക, ഇങ്ങനെയൊക്കെയാ. ഞാൻ ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ ഡ്രിപ്പ് ഒന്നും ഇവിടെ നമ്മുടെ ഹോമിയോ കോളേജിൽ ഒന്നും ഡ്രിപ്പ് ഇടുന്ന ആ കാലത്തൊന്നും ഇല്ലായിരുന്നു. ആ പാടെ ഞാൻ മലേറിയ കേസിൽ ആരോ ഒരാൾക്ക് ഡ്രിപ്പ് ഇട്ട മാത്രമേ ഞാൻ 5 വർഷം പഠിച്ചതിന്റെ ഇടയിൽ ഒരിക്കൽ കണ്ടിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മുടെ ട്രിവാൻഡ്രം ഹോമിയോ കോളേജിൽ ആരും കണ്ടിട്ടില്ല. അവിടെയാണ് വരുന്ന കേസുകളിലൊക്കെ എല്ലാം ഡ്രിപ്പ് ഇടുക പരിപാടി. അന്ന് വെയിൻ കണ്ടുപിടിക്കാനും ഇടാനും വിട്ട പാട് ദൈവത്തിനറിയാം. എന്തായാലും കാരണം വൈദ്യൻ ഡോക്ടർ ചെയ്തല്ലേ, അപ്പൊ വൈദ്യൻ ഡോക്ടറെ ചെയ്തത് മനു ഡോക്ടർക്ക് ചെയ്തുകൂടെ? നമ്മള് കൈ നിർത്താനല്ലേ പറ്റൂ, കൈ കൂപ്പാനല്ലേ പറ്റൂ. അതും പഠിച്ചു. അവിടെ പോയാണ് ഞാൻ ഡ്രിപ്പ് ഇടാനും പഠിച്ചത്. നാക്സോമിക്ക 60 ആണ് കൊടുക്കുന്നത് ഛർദ്ദിക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് 80% കേസിന് ചെറുതായിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയേ വിഷം കഴിക്കത്തുള്ളൂ. കൂടിയ കേസാണെങ്കിൽ ഡോക്ടർ അങ്ങ് റെഫർ ചെയ്തോണം. ചെറിയ കേസാണെങ്കിൽ ഇവൻ അവിടെ പോവുകയാണെങ്കിൽ 10,000-10,000 രൂപ കിട്ടും. ഇന്നത്തെ 10,000 രൂപ അല്ല കേട്ടോ, അന്നത്തെ ഒരു 10,000 രൂപ അവിടുത്തെ ആശുപത്രി പോയാൽ പോകും. ഇവന് ആകപ്പാടെ ഈ കടം കയറി മുടിഞ്ഞിട്ടായിരിക്കും ചിലപ്പം ഈ കടക്കാരൻ വന്നപ്പോൾ ഇത് കുടിച്ചത്. മറ്റത് കൊടുക്കാൻ പൈസ ഇല്ല.
ജീവിക്കാനേ പൈസ ഇല്ലാത്തവനെ അവിടെ പോയി എന്ത് ചെയ്യും? അപ്പം അവിടെ വലിയ റെഡ്ഡിമാരുടെ ഹോസ്പിറ്റലാണ്, അവർ അതില്ലാതെ ബെഡ് ബോഡി പോലും കൊടുത്തു വിടില്ല, പുറത്തു വിടില്ല. അപ്പൊ അപ്പോഴും ഓടി വന്നിട്ടാണ് ഈ ദവാഖാനയിൽ പോകാന്ന് പറഞ്ഞ ഹോമിയോപ്പതി ദവാഖാനയിൽ പോയി ഇത് വിഷം കഴിച്ചിട്ട് ശരിയായി വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ആ സ്ഥാപനം പൂട്ടിപ്പോയി. കാരണം ഇവിടെ മലയാളികളാണ് മിക്കവാറും പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഭ്രാന്തന്മാരുള്ള ഡോക്ടർമാർ കുറവാണ്. അവിടെ പോയി ഭാഷ പഠിച്ച് ഈ ചൂടത്തും വെയിലത്തും, അത് 45 ഡിഗ്രി ചൂടൊക്കെ, ഇവിടെ 35 ഡിഗ്രി 42 ഡിഗ്രി ചൂടില് ഒരു ചെറിയ സ്ഥലത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ ഡോക്ടർമാർ കുറഞ്ഞു. പിന്നെ അത് ഡോക്ടർമാരില്ലാതെ കുറെ നാൾ നടന്നപ്പം അതങ്ങ് പൂട്ടി. പിന്നെ മാത്രമല്ല ആന്റിവെനം എല്ലായിടത്തും വന്നു, ലോക്കൽ സ്ഥലങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഇപ്പൊ ആക്ച്വലി നമ്മുടെ ഡോക്ടർമാർക്ക് അതിനൊരു ഓപ്ഷൻസ് ഇല്ല. അപ്പം അങ്ങനെ ഒരു എല്ലായിടത്തും ആന്റിവെനം, അപ്പൊ അതുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഉണ്ടായില്ല. അങ്ങനെ അത് പതുക്കെ നിന്നുപോയി. അത് മാത്രം ഒരു കാര്യം കൂടെ പറയാനുണ്ട്, സ്കോർപ്പിയൻ ബൈറ്റ്. ഇതും കൂടെ പറഞ്ഞു നിർത്താം. ഒത്തിരി എത്ര സമയം, എത്ര മിനിറ്റ് ഡോക്ടർ? അതിന്റെ കൂടെ സമയമുണ്ട്. നമുക്ക് ഇപ്പം 58 ഇനി ഡോക്ടർ ഒരു 10 മിനിറ്റ് കൂടെ എടുത്തോളൂ. പിന്നെ ദേവൻ ഡോക്ടറൊക്കെ ഉണ്ട് മറ്റു പലരിലേക്കും. എനിക്ക് 2 മിനിറ്റ്, 2-3 മിനിറ്റ് മതി. ആയിക്കോട്ടെ, സ്കോർപ്പിയൻ 5 ബൈറ്റ് മിനിറ്റ്. ആണ്. സ്കോർപ്പിയൻ ബൈറ്റ് ഇതുപോലെ എച്ചിനേഷ്യ എന്ന് പറയുന്ന പോലെ അന്ന് സ്കോർപ്പിയൻ ബൈറ്റ് പോയിസണിങ് ആണെങ്കിൽ ഒറ്റ മെഡിസിനേ ഉള്ളത്, ലെഡംപാൽ. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ലെഡംപാൽ? അത് ഭയങ്കര, അവിടുത്തെ ഭയങ്കര വേദന അവിടെ തേള. അപ്പൊ കടിച്ചാൽ എന്താണ്, ആ ഭാഗത്ത് തണുക്കും. ആ കടിച്ചിടം ഭയങ്കര, അവർക്ക് ഉള്ളില് ഭയങ്കര മണ്ട എന്ന് പറയും, ബേണിംഗ് ആണ്, ഭയങ്കര ബേണിംഗ്. അതാണ് ലെഡത്തിന്റെ സിംറ്റം. അപ്പൊ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ബേണിംഗ് ആണ്, ഭയങ്കര നീറ്റലും കൊണ്ടാണ് വരുന്നത്. നിൽക്കാൻ ഇങ്ങനെ ചാടിയാ വരുന്നത്. അപ്പൊ അന്ന് എന്നോട് അർഷദ് ഡോക്ടർ പറഞ്ഞിരുന്നു, ലെഡംപാൽ ആദ്യം കൊടുക്കുക, റെസ്റ്റ്ലെസ്നെസ്സും ബേണിങ്ങും വെച്ചിട്ട് അത് കുറഞ്ഞില്ലേല് ആഴ്സാൽബ് കൊടുക്കുക. അപ്പം നമുക്ക് സെറ്റ് ആയല്ലോ. അപ്പോഴാണ് നേരത്തെ മലയാള ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും ഇത് വർക്കൗട്ട് ആവില്ല, ചില സിംറ്റം കൂടി വരും. ഇതെന്താ, കടിക്കഴിയുമ്പോ ഒന്ന് കടിക്കുമ്പോൾ തന്നെ ഭയങ്കര പേണിങ് വരുമ്പോ അവനറിയാം. ചിലവന്മാരെന്ത് ചെയ്യും, ഓടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഈ വിഷം കയറും. അപ്പൊ ഇതുപോലൊരു കേസ് വന്നു. അതായത് ആദ്യം ലഡം കൊടുക്കും. ലഡം കൊടുക്കുമ്പോൾ ഈ കാലിങ്ങനെ ബേണിങ് ഇലക്ട്രിസിറ്റി പോലെയാണ്, കാലിന് തന്നെ തുടവര ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ആ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു നമ്പനസോ പെരുപ്പ് എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെ തുടിക്കുന്ന പറയുന്നത്, അവരിങ്ങനെ കാലിൽ കുടിക്കുന്നതാണെങ്കിൽ അരയുടെ അവിടം വരെ ഇങ്ങനെ തുടിക്കും അത്രേ. അപ്പം അന്നൊക്കെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും ഈ ലഡം പാല് കൊടുത്താലും കുറയാൻ. അപ്പൊ ലഡം കൊടുക്കുക, ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, പറഞ്ഞോ സാർ അവിടെ നിന്ന് ഇച്ചിരി താഴ്ന്നിട്ടുണ്ട്, അവിടെ ബേണിംഗ്, ഇവിടെ അരയുന്ന അവിടെ നിന്ന് മുട്ടുവരെ എത്തിയിട്ടുണ്ട്, ഇങ്ങനെ താഴോട്ട് പോകും. പിന്നെ പറയും സാർ ഇന്ന് കാല് നിൽക്കുന്നുണ്ട്, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ കാല് ഭയങ്കര ബേണിംഗ് ആണ്. അപ്പൊ ഞാൻ വിചാരിക്കും, ഇഷ്ടടാ അത് 2 മണിക്കൂർ. അവർ പറയും സാർ ഇതിനെക്കാട്ടും ഇച്ചിരി കൂടിയ മരുന്ന് വല്ലതും ഉണ്ടോ? അപ്പം അത് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്താ ചെയ്യണം. അങ്ങനെയാണ് ഒരിക്കൽ എന്റെ കയ്യിൽ ആക്സിഡന്റിൽ ചില കാര്യങ്ങൾ, നമ്മള് നിമിത്തങ്ങൾ എന്ന് പറയത്തില്ല, ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരു ടേപ്പ് റെക്കോർഡിനെ കണ്ട ഏതൊരു ഇതിന്റെ ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഈ മാഗ്നറ്റ് അതിന്റെ മേളിൽ വെച്ചപ്പോൾ പെട്ടെന്ന് ആ പെയിൻ കുറഞ്ഞു. ഈ ബേണിംഗ് എങ്ങനെയാണ് പെയിൻ കുറഞ്ഞറിഞ്ഞൂടാ, പക്ഷെ പിന്നെ തൊട്ട് ഞാൻ എപ്പോഴും വന്നാലും ഈ ബേണിംഗ് പെയിൻ ഉള്ളിടത്ത് മാഗ്നറ്റ് മേളിൽ വെച്ച് കഴിഞ്ഞാൽ ബേണിംഗ് പെയിൻ ഭയങ്കര കുറയും. അന്ന് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ബേണിംഗ് കുറയുന്നത്, സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ അതിനുശേഷം സെക്കൈൽ കോർ, ക്യാംഫർ ഒക്കെ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ ഈ ബേണിംഗ് പെയിന്റെ സിവിയറിറ്റി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കേസും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ഇത് കഴിച്ചിട്ട് ഇയാൾ ഓടി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവനങ്ങ് വേർത്ത് കുളിച്ച് നിൽക്കുക, ഭയങ്കര ബേണിംഗ്. മറ്റേതാണെങ്കിൽ ലോക്കലായിട്ട് ബേണിംഗ്, തണുപ്പല്ലേ ഉള്ളൂ. ഇവൻ ദേഹം മുഴുവൻ തണുത്ത് വേർത്ത് ഇവൻ ഒരു കൊളാപ്സ് പോലെ ആയിരിക്കുക. അവന് ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പം അവന്റെ കൂടെ ഈ അവിടെ കൊച്ചിലെ കല്യാണമൊക്കെ കഴിക്കും, ഭാര്യ ഉണ്ടാവും, ചിലപ്പോൾ കൊച്ചു ഉണ്ടാവും. ഒരു 18 വയസ്സേ കാണത്തുള്ളൂ ഈ പയ്യന്. ഇത് നിൽക്കുക, സാറേ മരിച്ചു പോവോ, എന്തുവാ പ്രശ്നം, ഇവൻ അനങ്ങുന്നില്ല. അന്നും ഇതേപോലത്തെ പ്രശ്നമാണ്. എന്തോ ചെയ്യും, എനിക്ക് ആപ്പാടെ അറിയുന്ന ലഡം പാലും ആഴ്സാൽവും മാത്രമാണ്. പിന്നെ നമ്മൾ ഉടനെ റെപ്പർട്ടറി എടുക്കും. എന്താണ്, ദേഹം മുഴുവൻ വേർപ്പ്, തണുപ്പ്, ബേണിങ്, കൊളാപ്സ് സ്റ്റേറ്റ്. വേറെ എന്താ ചിന്തിക്കണം, ഒരാട്ര ആൽബമാണ് കുറച്ചത്. ഈ ഭയങ്കര സ്വെറ്റിക്കും ഇതും അതിപ്പം നമ്മള്
ഒരു അന്നത്തെ എന്റെ ഇപ്പോഴേ ഏത് ഡോക്ടറും കേട്ടാൽ ഉടനെ പറയും വെരാട്ര ആൽബം. അന്ന് ഞാൻ ഈ റെപ്പർട്ടറി ഒക്കെ നോക്കി ടെൻഷൻ്റെ അടിച്ച് കണ്ടുപിടിച്ചതുകൊണ്ടാണ്. ഇന്നിപ്പോ എനിക്ക് ആ ഒരു ഒരാൾ സ്വെറ്റും വേർപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അറിയാം വെരാട്ര ആൽബം. അന്ന് എനിക്ക് കിട്ടാൻ വലിയ പാടെടുത്തു. പക്ഷെ അന്നൊക്കെ ആ കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ ഒരു എന്താണ് ഗോൾഡൻ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നിൽക്കുന്നതാണ് തണുപ്പ് ആണല്ലോ, സ്വെറ്റ് ഇല്ല എങ്കിൽ ക്യാംഫർ. ഈ 3-4 മരുന്ന് മതി, പ്ലസ് ഒരു മാഗ്നറ്റ് വെച്ചാൽ പെട്ടെന്ന് ഏത് സ്കോർപ്പിയൻ ബൈറ്റിനും കുറവുണ്ടാവും. ലോക്കൽ മാറാൻ നിന്ന് ഇരിക്കുക വേന കുറയുകയാണെങ്കിൽ സെക്കേൽ കോർ. ഒരു പക്ഷേ ബേണിങ് അന്നൊക്കെ ഇപ്പോഴൊക്കെ എനിക്ക് വിചാരിക്കുന്നു ആ സ്കോർപ്പിയൻ ബൈറ്റ് കഴിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു നാരോയിങ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് സെക്കേൽ കോർ ഡൈലീറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു വാസോ ഡൈലീഷൻ കൊണ്ടായിരിക്കും ഇത് ബെറ്റർ ആവുന്നത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അന്ന് എന്താണ് ആർക്കോ എഴുതിയത്, നമുക്ക് ഫ്രോസ്റ്റ് ബൈറ്റിനൊക്കെ നമുക്ക് ഇങ്ങനെ കൊടുത്തുകൂടെ, ഇതേ സാധനം തന്നെ ചിന്തിച്ചുകൂടെ, ഫ്രോസ്റ്റ് ബൈറ്റിനെ കൊടുത്തുകൂടെ, അഗാരിക്കസ് പോലെ ഈ സെക്കൽ കോറിന്റെ കൂടെ മാഗ്നറ്റ് വെച്ചുകൂടെ, ബൂട്ട്സിന്റെ അകത്ത് മാഗ്നറ്റ് വെക്കാന്നൊക്കെ പറഞ്ഞ് അന്ന് ഇന്ത്യൻ ആർമിക്ക് ഞാൻ കത്തെഴുതി. അന്നത്തെ ഒരു ഭ്രാന്തൻ എഴുതിയത്. ഈ പലതരം പോയിസൺസിന് ഉണ്ടാവും. എൻ്റെ ഒരു ഇപ്പോഴത്തെ വിചാരം, ഒരു മൈൽഡർ വേർഷൻസിൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. മേജർ ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമ്മുടെ ഒരു ബൗണ്ടറീസ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ പോസിബിലിറ്റീസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വരുന്ന ആൾക്കാർ ഒത്തിരി പേര് ട്രീറ്റ്മെന്റ് പോകുന്നുണ്ട്. എല്ലാവരും ലീതൽ ഡോസേജ് കഴിക്കുന്നതല്ല, 80% ലീതൽ ഡോസ് അല്ല. പക്ഷെ ലീതൽ ഡോസേജ് ആണോ എന്ന് അറിയാൻ നമുക്കൊരു മാർഗവും ഇല്ല. അവിടെയാണ് നമ്മുടെ ഒരു ഗ്രേ ഏരിയ. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. ഡോക്ടറെ ഒരു സംശയം. ഇതിപ്പോ അവിടെ തെലുങ്കാനയിലുള്ള സംഭവമാണ്. ഇനി കേരളത്തിൽ വന്നതിന് ശേഷം ഇപ്പം ഈ വിഷചികിത്സ ഉണ്ടോ? ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടെ ആരും വിഷത്തിന് വരാറുമില്ല, ഇവിടെ ആരും ട്രീറ്റ് ചെയ്യാറുമില്ല. അതുകൊണ്ട് പക്ഷെ എന്നാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ട്രീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. അവര് എന്താണ്, ഇവിടെ ശ്യാമള എന്ന ഡോക്ടറുണ്ട്, ട്രിവാൻഡ്രത്തെങ്ങാണ്ടുള്ള ഡോക്ടറുണ്ട്. അവരൊക്കെ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും ഉഗ്രനാണ് ഈ ഒരു പരിപാടി. ധനേൻ ഡോക്ടർ സ്വപ്നത്തിൽ പോലെ വിചാരിച്ചുള്ളൂ ഇത്ര ഉഗ്രനാവുന്നുള്ളത്. ഇത് അന്ന് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് വൈദ്യർ ഡോക്ടർ കൊല്ലത്തിരിക്കുമ്പോൾ നമ്മളോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ജെസ്സി ഡോക്ടർ എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോ ഈ അവിടെ ലേബർ ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പെയാണ്. അന്നക്കാലത്തെല്ലാം RMBs ആണ് എടുക്കുന്നത്, എല്ലാം ലേബറിൽ എടുക്കുന്നത്. അന്ന് ഇവര് ആദ്യമായി ഇങ്ങനെ എടുത്തതിന്റെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ ചെല്ലുമ്പോൾ ലേബറിന്റെ ഒരു സാധനം മേശയുണ്ട്. ഞാൻ എന്തിനാ ഇവിടെ ലേബർ ലേബറൊക്കെ അവിടെ എടുക്കുന്നു? നല്ല രീതിയിൽ നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ജെസ്സിയൊക്കെ അതിന് മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു കോളോഫിലും ഒക്കെ കൊടുത്തിട്ടാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആള് തിരിഞ്ഞു വന്നപ്പോഴും എന്താ കുഞ്ഞ് തിരിഞ്ഞു വന്നു. എന്തായാലും വളരെ സന്തോഷം. വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവും ആയിരുന്നു ഡോക്ടർ ക്ലാസ്. അപ്പൊ ഇനി ആളുകൾക്ക് ഒരു അറ്റകൈക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും. ഒരു പക്ഷേ ഒരു കേസ് വന്നാല്. വളരെ സന്തോഷം. ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറേ സംസാരിച്ചോളൂ. അടുത്തത് ദേവൻ ഡോക്ടർ ഒന്ന് റെഡി ആയിരിക്കണേ. കുറുപ്പ് സാറേ, ഇവിടെ പോയെ. ശ്രീധരക്കുറുപ്പ് സാറിനെ കാണുന്നില്ല. അപ്പോൾ സാറ് തിരിച്ചു വരുമ്പോഴേക്കും ദേവൻ ഡോക്ടറെ വിളിക്കാം. വന്നോ? പറ്റത്തില്ലേ? അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെ, അൺമ്യൂട്ട് ചെയ്തിരിക്കുകയാണല്ലോ സാറ്. സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല. അപ്പൊ എന്തോ റേഞ്ച് പ്രശ്നമുണ്ട് സാറേ, അതാണ്. അൺമ്യൂട്ടാണ്. സാറിന്റെ ആ ഒരു റേഞ്ച് ശരിയാകുമ്പോഴത്തേക്കും നമുക്ക് ദേവൻ ഡോക്ടറെ വിളിക്കാം. ദേവൻ ഡോക്ടറെ സംസാരിച്ചോളൂ. ഹലോ, കേക്കാം ഡോക്ടറെ. അതെ, ഞാൻ യാത്രയിലാണ് ഞാനേ. ശരി. അപ്പൊ അതിന്റെ ഒരു സൗകര്യമാണ്. കയറാം, കുറച്ച് കഴിഞ്ഞ് കയറാം. ഓക്കെ. ശരി ദേവൻ ഡോക്ടറെ, വീട്ടിലെത്തിയിട്ട് വിളിക്കാം. സാറേ, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റിനെ കാണുന്നുണ്ട്. സാറിനെ നമുക്ക് ക്ഷണിക്കാം. സാറിന് എന്തായാലും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. സാറിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സാറിനെ
കോ ഹോസ്റ്റ് ആക്കാം. എന്താ പറ്റി? സാറിനെ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറെ അൺമ്യൂട്ട് ചെയ്തേ. ആയോ? ആ ഓ ശരി ശരി. ആ ഓക്കെ. വേറെ നല്ല വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു കേട്ടോ മനു. ആ താങ്ക് യു സാർ, താങ്ക് യു. വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. കാരണം ചോദിച്ചിട്ടുണ്ട്. അതിന് വളരെ ലാഘവത്തോടുകൂടി വളരെ തമാശയായിട്ട് രേഖപ്പെടുത്തിയില്ല. നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ജൂനിയേഴ്സിനൊക്കെ വളരെ ആവശ്യം ഉണ്ടാകുന്ന ക്ലാസ് കൂടിയായിരുന്നു അത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പലപ്പോഴും അനുഭവം കൊണ്ട് പറയുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. എനിക്കിങ്ങനെ ചെറുപ്പത്തിലെ കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു പാമ്പ് കടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ഞാൻ അന്ന് പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാക്ടീസ് തുടങ്ങിയത് ശാന്താവിലാസ് എന്ന് പറഞ്ഞ കുട്ടിയെ രാത്രി ഒരു 11 മണിയാകുമ്പോൾ പൊക്കെടുത്ത് കൊണ്ടുപോകും. പാമ്പ് കടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു പാമ്പ് കടി ഞാൻ എന്ത് കാണിക്കാൻ? അത് അവിടുത്തെ വെള്ളമൊക്കെ പോയി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ ഇവിടെ പൊന്നോടെ എവിടെ കൊണ്ടുപോയാലും ഉണ്ടായിരുന്നു. കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, സാറ് നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സ് നോക്കിയിട്ട് ഞാൻ അവിടെ കൊടുത്തത് നാജാണ് കൊടുത്തത്. നാജ ചേർത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിയുമ്പം ബോധം വീണു. പിന്നീട് അങ്ങ് ശരിയായി പോയി. ആ കുട്ടി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും റെഡിയായി, കുഴപ്പമൊന്നുമില്ലാതെ പോയി. അങ്ങനെ ഏറ്റവും വണ്ടർഫുള്ളായിട്ട് കിട്ടിയ ആക്ഷൻ നാജലാണ് കൂടുതൽ. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് കിട്ടിയില്ല. കാരണം ടൗൺ ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വളരെ ചുരുക്കമായിരിക്കും. പിന്നെ വട്ടവടയിൽ ജോലി ചെയ്യുന്നപ്പോൾ കുറച്ച് 1-2 കേസ് കിട്ടിയിരുന്നു. അതും ലാക്കസത്ത് കൊണ്ടും ലാംഗേജ കൊണ്ടും ഇച്ചിനീഷ കൊണ്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ശിശ മാറ്റിൻ്റെ കലക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ അപ്പുറത്തിൻ്റെ നാജാണെങ്കിൽ നാജ, അല്ലെങ്കിൽ ലാക്കസ് പൊട്ടാലിസ്, അങ്ങനെ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആ വട്ടവടയിൽ മരുന്ന് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഞാനിവിടെ നിന്ന് കൊണ്ടുപോകണം. അപ്പം ആദ്യത്തെ പ്രാവശ്യം പോയി കഴിയുമ്പോൾ മനസ്സിലായി ഇവിടുത്തെ രോഗത്തിൻ്റെ ഞാൻ ഇവിടെ നിന്ന് മരുന്നൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ ചോദിച്ചത്. ഡോക്ടർ പ്രകാശ് സാറെ പോയി ജോയിൻ ചെയ്യാൻ പോയപ്പോഴേക്കും എനിക്കൊരു 7 കുപ്പി മരുന്ന് തന്നു. മകത്തിൻ്റെ സിസിജിയും സിഫിലാൻഡും അങ്ങനെ കുറച്ച് മരുന്നുകൾ, അല്ലാതെ വേറെ ഒന്നും മരുന്നില്ല. ഇടയ്ക്കൊരു ബെല്ലോണയും ബെല്ലും തന്നു. അതൊരു 100 ml വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും വട്ടവടയിലെ കൊണ്ടുപോകാൻ ഒരു മരുന്നുമില്ല. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ മരുന്ന് ശേഖരിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവിടെ ചികിത്സ തുടങ്ങിയത്. അവിടെ ആദ്യമായിട്ട് പോയപ്പോൾ ചികിത്സ തുടങ്ങി ഞാനായിരുന്നു. വട്ടവടയിൽ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് 27 കിലോമീറ്റർ കാട്ടിക്കൂടെ പോകണം. അപ്പോൾ അവിടെ എത്താൻ പറ്റുള്ളൂ. അത് ആദ്യമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പോകാൻ വേണ്ടി മടിച്ചു. അതെനിക്ക് നല്ല പ്രാക്ടീസ് ഉണ്ട്, നാട്ടിൽ നല്ല പ്രാക്ടീസാണ്. രാത്രി ഞാൻ 5:30 മണിക്ക് വന്നു കഴിഞ്ഞാൽ, മെഡിക്കൽ ഓഫീസറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഞാനവിടെ പ്രാക്ടീസ് 12 മണി വരെ പറ്റുന്നുണ്ടാകും. എനിക്ക് ഓപ്ഷൻ കിട്ടിയിട്ട് ഞാൻ അറിയിച്ചില്ല പോകാൻ വേണ്ടി, നിന്നില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ഉള്ളപ്പോഴാണ് വട്ടവടയിൽ കൊണ്ട് മൂന്നാറിന് മണ്ണഞ്ചേരി പ്രാക്ടീസ് ഉള്ളപ്പോഴാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ അറിയിച്ചില്ല. ഇങ്ങനെ അച്ഛനറിഞ്ഞു. അച്ഛൻ അറിഞ്ഞിട്ട് തന്നെ വഴക്ക് പറഞ്ഞ് പോകണം, ഗവൺമെൻറ് ജോലിയാണ്, ഇവിടെ ഉണ്ടാകാൻ പറഞ്ഞു. നമ്മളിവിടെ അത്യാവശ്യത്തിന് ജോലിയോ പെൻഷൻ വരുന്നുണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. എന്നാലും സർക്കാരിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് പൊൻപണമാണ്, അതിനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ആണ്ട് എൻ്റെ 3 കൂട്ടുകാർ, അബ്ദുൽ ഖാദർ, പോയാമോൻ, സലാം, 3 സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് ഇവനെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കണം, ആ പണി നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മൂന്നാറിൽ പോയി. മൂന്നാറിൽ നിന്ന് ടോപ്പ് സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് നടന്ന് ഈ കാട്ടിനോട് വട്ടവടയിൽ എത്തി 3 പേരും കൂടെ. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 3-4 ദിവസം അവരെ തിരിച്ചു പോയി. ഞാൻ കുറച്ച് അവിടെ നിന്നു. പിന്നെ ഞാൻ ഒരു 15 ദിവസം കഴിഞ്ഞാണ് വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ വിവാഹമായിരുന്നു. വിവാഹമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ എന്ന് പറഞ്ഞ് നീ അവിടെ പോകണ്ടായി, നീ ഇവിടെ തുടങ്ങാൻ പറഞ്ഞു. അപ്പം നീ ഇവിടെ വെച്ചാൽ പിടിച്ചോളും. ആ പിടിച്ചോട്ടെ, ഇനി വിവാഹം എഴുതി ഇനി കേട്ട് അവിടെ പോയി എന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുതിരപ്പുറത്ത് വീണു. ഞാൻ സ്വന്തമായിട്ട് കുതിര വാങ്ങിച്ചു, കുതിരപ്പുറത്ത് ഓടിച്ചിട്ടാണ് ഈ ഓപ്പറേഷന് വരുന്നത്. ഒരിക്കൽ ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ഒരു കുട്ടിയെ കൊണ്ടുവന്നു, യൂറിനറി ട്രാബിളുള്ള കുട്ടിയെ കൊണ്ടുവന്നു. അത് ചികിത്സിച്ച് ആ കുട്ടിയുടെ മൂത്രമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി. അപ്പം 9:30 മണിക്കാണ് രാവിലെ ടോപ്പ് സ്റ്റേഷനിൽ ബസ് വരിക. അപ്പോൾ ഞാൻ ഇവിടെ എത്തണം. ഞാൻ കുതിരയെ സ്വല്പം സ്പീഡ് ഓടിച്ചതാണ്. കുതിരയുടെ കാല് ഇറക്കി വട്ടവടയിൽ നേരെ വന്ന് മറ്റേ മെയിൻ റോഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കാലിൽ നിന്ന് മടങ്ങിപ്പോയി. ഞാൻ തെറിച്ച് മതിലോട്ട് അടിച്ചു വീണു, നടുവടിച്ച് വീണു. ഞാൻ അവിടെ ആളുകൾക്ക് ബസ്സുകളിലൊക്കെ ഇന്നെ അറിയും.
അവർ ഇറങ്ങി വന്ന് എന്നെ പൊക്കിയെടുത്ത് ബസ്സിൽ കൊണ്ട് കയറ്റി എടുത്ത് 3 നാളിൽ ഒരു വൈദ്യരെ അടുത്ത് കൊണ്ട് കിടത്തി. വൈദ്യര് കുറച്ച് കുഴപ്പമില്ലായിട്ട് കളി കിടന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ബസ് കയറി എറണാകുളം ആലപ്പുഴ വരെയാണ്. ആലപ്പുഴ വന്നിട്ട് ആ കിടപ്പം കിടന്നു ഞാൻ. പ്രകാശ് സാറ് വീട്ടിൽ വന്നാണ് എന്നെ മരുന്ന് വന്ന് ശരിയാക്കിയത്. അത് അങ്ങനത്തെ സംഭവം. അതിനുശേഷം ഞാൻ പിന്നെ വട്ടവടയിൽ പോയിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈയിടെ ഒന്ന് ഉത്സാഹം ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടെ ഇവിടെ പോയി പഴയ സ്ഥലങ്ങളൊക്കെ കണ്ടു. അന്ന് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ലീവായിരുന്നു. അതാണ് വട്ടവടയിലെ ഒരു യാത്ര. ഏറ്റവും നന്നായിട്ടൊരു യാത്രയായിരുന്നു. കൂര കൊണ്ട് സ്വന്തമായിട്ട് കൂര ഉണ്ടായിരുന്നു. സ്വന്തം കൂരപ്പുറത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതൊരു അനുഭവം അത്രേ ഉള്ളൂ. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഗ്ലാസ് വളരെ നന്നായിരുന്നു കേട്ടോ. മനു, കീപ് ഇറ്റ് അപ്പ്. ഇനി ക്ലാസ്സൊക്കെ വരണം, നിങ്ങൾ വരണം. അത് പോയോ? ഇല്ല, ഉണ്ട് സാർ, ഉണ്ട്. ആ, അദ്ദേഹം ഇനിയും വരാൻ പറയണം കേട്ടോ. രസകരമായ കേസായിരുന്നു. പുള്ളിയെ പ്രസന്റ് അറിയാം. ഹൗ ടു പ്രസന്റ് ക്ലിനിക്കൽ കേസസ് എന്നുള്ള പുള്ളിക്ക് നല്ലോണം അറിയാം. അത് പുള്ളിയെ പ്രോത്സാഹിപ്പിക്കുക, പുള്ളിയെ കൊണ്ട് പറയിപ്പിക്കുക, യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക, യൂണിവേഴ്സിന് ആവശ്യം ഉണ്ടാവട്ടെ. ഹോമിയോപ്പതി കൊണ്ട് പലതും നേടുമെന്നുള്ള ആവശ്യം ഉണ്ടാവണമെങ്കിൽ അതൊക്കെ വേണം. മനൂരിലൊരു എഴുത്തുകാരനുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് അവനെ വിളിച്ചത്. ഏ മനൂരിലൊരു എഴുത്തുകാരൻ ഉണ്ട്, സാഹിത്യകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഭംഗിയായിട്ടാണല്ലോ പറഞ്ഞത്. അതെ അതെ. എനിക്ക് വളരെ നന്നായിരുന്നു. ഓക്കെ സാറേ, വളരെ സന്തോഷം. സാറ് ചികിത്സാ അനുഭവം കുതിരപ്പുറത്ത് വീണതും സാറിന് പലപ്പോഴും, അത് മാത്രമല്ല പലപ്പോഴും വീഴ്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഓക്കെ. ദിവ്യശ്രീ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ദിവ്യശ്രീ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ദിവ്യശ്രീ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ, സംസാരിക്കാനാണെങ്കിൽ. പോയോ? ശ്രീധര സാർ റെഡി ആയിട്ടുണ്ടായിരുന്നേ, നോക്ക്. സംസാരിക്കാൻ ഒരുങ്ങിയാണോ? സാറുണ്ട്. ശ്രീധര ഗ്രൂപ്പ് സാറ് സംസാരിക്കാമോ? സാറിന് മൈക്ക് ഇതാണ്, മോണാണ്. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ സാറേ? ശ്രീധര കുറുപ്പ് സാറേ, എന്തെങ്കിലും ടെക്നിക്കൽ അപ്ഡേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളി സമ്പാദിക്കാനുള്ളതാണല്ലോ. അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് സാറേ, ലീവ് ചെയ്ത് ഒന്നുകൂടെ കയറിയാൽ മതി, റീ എൻട്രി ചെയ്താൽ മതി സാറേ. അതിങ്ങനെ സംഭവം ഉണ്ടോ ഇവിടെ? ശ്രീധര കുറുപ്പ് സാറേ, ഒന്ന് ഔട്ടായിട്ട് ഒന്നുകൂടെ ഒന്ന് എൻ്റർ ചെയ്യോ? സാർ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറ്. ഔട്ട് ഇറങ്ങിയിട്ട് സാറേ ഒന്ന് കട്ട് ചെയ്ത് വെളിയിൽ പോയിട്ട് ഒന്നുകൂടെ കയറും. പക്ഷെ നമ്മള് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, അതാണ് കാര്യം. ഇനി ആർക്കെങ്കിലും വിഷചികിത്സയിൽ ഹോമിയോപ്പതി എന്നുള്ള വിഷയത്തിൽ അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് വിളിക്കാം. വിഷത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലത്തീഫ് സാർ ഒരുപാട് ടോക്സിൻസ്, ആഴ്സനിക്, അങ്ങനെ മെറ്റൽ പോയിസണിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡി എടുത്തിട്ടുണ്ട് ലത്തീഫ് സാർ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പാമ്പ് കടി മാത്രമല്ല, പലതരം വിഷങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഓർഗാനോ ഫോസ്ഫറസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റ് ഫുഡ് പോയിസണിങ് ഉണ്ട്, കുമിളിൽ നിന്നുള്ള പോയിസണിങ് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. എബിസോല മെഡിസിൻസ് ഉണ്ട്. ഒരു ഡോക്ടർ ദിവ്യശ്രീയുടെ സംശയം ചോദിച്ചിട്ടുണ്ടല്ലോ. ഫുഡ് പോയിസൺ വളരെ സോറി, വിഷയത്തിന്റെ പാമ്പ് വിഷയത്തിന്റെ ചികിത്സ വന്നല്ലേ, ദേഹമൊക്കെ തണുത്ത് പോയാണെങ്കിൽ സീക്വൽ കോൾ വളരെ വലുതാണ്. സീക്വൽ കോൾ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി ഉടനെ വാമപ്പാവും. നമ്മളെ വിയർത്ത് തണുത്ത് പോകുന്ന ആളുകൾ സീക്വൽ കോൾ കൊടുത്താൽ മതിയായിരുന്നു. സാറേ, ഒരു സംശയം ശ്രീധരകുറുപ്പ് സാറിനെ വിളിക്കാമേ. പിന്നെ എന്താണ് സ്കോർപിയോൺ പോയിസണിന് വേറെ ഏതെങ്കിലും മെഡിസിൻ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെറ്റ് സാറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സ്കോർപിയോൺ ഉണ്ടോ? ക്യുബൻസ് കൊടുത്തിട്ടുണ്ട്. ക്യുബൻസ് നല്ല മരുന്നാണ്. കാരണം അവിടെയും ബേണിംഗ് കൂടുതൽ ഉണ്ടാകുന്നത്. ബേണിംഗ് പെയിൻ ഉണ്ടാകുന്നത്. ആർസനിക് ആൽബം ഒരു പരിധിവരെ ആക്ട് ചെയ്യും. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. ടെൻഡ കൊടുത്താൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും.
ഇവിടെ ചോദ്യം മനു വർഗീസ് ഡോക്ടറാണ്. കാരണം മനു പറഞ്ഞ മെഡിസിൻ ഏതാ ചോദിച്ചിരിക്കുന്നത്. മനു പറയാൻ പറ്റും. മനു ഇത്രയും കാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് അതാ ഇതിനേക്കാൾ ചോദ്യം. കൂടുതൽ പറയാൻ പറ്റും. വർഗീസ് ഡോക്ടർ പറഞ്ഞത് ലഡംപാളാണ്. ഓക്കെ, അതെ. എന്തായാലും നമ്മുടെ ലത ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. ലഡംപാൾ കറക്റ്റ്. ലഡംപാളാണ് ഡോക്ടർ പറഞ്ഞത്. ശരി, ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് പോകാം. സാറ് അക്ഷമനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. സംസാരിച്ചോളൂ സാറേ. ഇപ്പൊ ശരിയായില്ലേ? സാറിന് വീണ്ടും ആക്ഷനേ ഉള്ളല്ലോ. അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു അല്ലേ? ലഡംപാൾ, ആഴ്സനിക്കം, ക്യാംഫർ, വെറാട്ര. അതാണ് മനു പറഞ്ഞ മറുപടി. അതെ അതെ അതെ. ഓക്കെ. ശ്രീധരക്കുറുപ്പ് സാറേ ഒന്ന് സംസാരിച്ചേ. കേക്കാൻ വയ്യ സാറിന്. ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒന്നും സാറിന് റേഞ്ച് ഇല്ല. സാറിന് എന്തോ അവിടെ വലിയ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലതാമോഹൻ ഡോക്ടർ പറയണ്ടെന്നുള്ള. നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല. പിന്നെ നേരത്തെ അതൊന്നും കൂടെ പറഞ്ഞല്ലോ, try ചെയ്യ്. വിഷമെന്ന് പറഞ്ഞാല് നമ്മള് ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ ഡോക്ടർ. കേക്കാവോ? കേക്കാം. നമസ്കാരം. ഞാൻ പറയാൻ വന്നത്, നമ്മള് പാമ്പിന്റെ വിഷം മാത്രമല്ല, മറ്റു വിഷങ്ങളും നമുക്ക് ഇതിന് പിന്നെ മരുന്ന് നമുക്ക് പറയാമെന്നുള്ള അത് വെച്ചോണ്ടാണ് ഞാനിപ്പോ പറയുന്നേ. ഈ കടന്നൽ കുത്തിയാല് നമുക്ക് പെട്ടെന്ന് സൗണ്ട് കംപ്ലീറ്റ് പോയില്ലേ? കേൾക്കാമോ? കേൾക്കാം ഡോക്ടറെ, പറഞ്ഞോളൂ. പറഞ്ഞോ. ഞാൻ സാറിനെ മ്യൂട്ട് ചെയ്തു. കടന്നൽ കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബേണിങ് പെയിൻ ആണ്. അപ്പൊ അത് എപ്പിസ് ഒരു തുള്ളി നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ല വെള്ളത്തിനകത്ത് കേട്ടോ. കേൾക്കാൻ എന്റെ സൗണ്ട് കേൾക്കാമോ? കേൾക്കാം. സാറിന്റെ സൗണ്ട് കേൾക്കാം. നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കുന്നില്ല. എന്താണ് ഇല്ല. പറഞ്ഞോ ഡോക്ടർ, പറഞ്ഞു. ഈ കടന്നൽ വന്ന് കുത്തിയാല്, കടന്നൽ എന്ന് പറയുന്ന ഒരു ജീവി കുത്തിയാല് ബേണിങ് പെയിൻ ആയിരിക്കും. ഭയങ്കര പുകച്ചിലും അതിന്റെ അകത്ത് ചിലപ്പോൾ അതിന്റെ സ്റ്റിങ് ഒക്കെ ഇരിക്കും. എപ്പിസ് കൊടുത്ത് എനിക്ക് ഒത്തിരി പേർക്ക് അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എപ്പിസ് ഒരു ഡ്രോപ്പ് വെള്ളത്തിനകത്ത്, 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒഴിച്ച് ഒരു അരമണിക്കൂർ ഇടവിട്ട് ഓരോ സ്പൂൺ കൊടുക്കുകയും ആ എപ്പിസ് കുറച്ച് ആ സ്പോട്ടിൽ കുറച്ച് ഇങ്ങനെ തുള്ളി ആയിട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ലഡവും കൂടെ കൊടുക്കാറുണ്ട്. അത് രണ്ടും കൂടെ കൊണ്ട് പരിശോധന അത് ശരിയാവും. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആ പുകച്ചിലും വേദനയൊക്കെ മാറാറുണ്ട്. ഓക്കെ ഒരു 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിങ് എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അതിന്റെ കൊമ്പ് അതിനകത്ത് ഒടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതും കൂടെ പുറത്തു പോകാറുണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കണ്ണില് ഏതെങ്കിലും ഈ പൂച്ചി പോയിട്ട് കണ്ണ് ചുമന്നിരുന്നാല് ലഡംപാല് കൊണ്ട് നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. കണ്ണ് ചുമന്നിരിക്കുക, പിറ്റേ ദിവസം ആകുമ്പോൾ അത് കണ്ണ് കറുത്തിരിക്കും. പിന്നെ അതേപോലെ എന്തെങ്കിലും ഇങ്ങനെ മുട്ടിയിട്ടാണെങ്കിലും കാർണിക്കയും ലഡംപാലും കൂടെ കൊടുക്കുമ്പോൾ അതിന്റെ ഇതങ്ങ് മാറാറുണ്ട്. ഈ പൂച്ചി വന്ന് കഴിച്ചിരുന്നാൽ ഓർക്കുന്നത്. ശരി, സന്തോഷം. ഡോക്ടറിന്റെ 2 ടിപ്പും നമുക്ക് ഇനി പ്രയോഗിച്ചു നോക്കാം. എപ്പിസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ കണ്ണിലെ പൂച്ച കടിച്ചതിന് ലഡവും ആർണിക്കയും ഇല്ലേ? ലഡം മാത്രമേ കൺട്രോൾ ആവും കേട്ടോ. ലഡം മാത്രമാണെങ്കിൽ കൺട്രോൾ ആവാറുണ്ട്. ഒരുപാട് ശരിയാവും. ഓക്കെ സാറേ. അടുത്ത് ശ്രീധരക്കുറുപ്പ് സാറ് എന്നെ കോഹോസ്റ്റ് ആക്കിയിരിക്കുകയാണ് സാറേ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് ട്രൈ. ഇനി സംസാരിച്ചേ. ഇല്ല ഡോക്ടറെ, നടപ്പില്ല. സലിംകുമാർ ഡോക്ടറിലേക്ക് പോവാം. സാറിന് ഇന്ന് ദിവസം അത്ര ശരിയല്ല. ഇനി സലീംകുമാർ ഡോക്ടർ ഇന്നലെ നല്ല ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോയതാണ്. ഇന്ന് ശരിയാവത്തില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കടന്നൽ കുത്തിയാലേ നമ്മള് പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നാൽ മാത്രമേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പേഷ്യന്റ് സ്വയം ചെയ്യാവുന്ന സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പച്ചത്തേങ്ങ ആ സമയത്ത് കടിച്ചു പറിച്ച് തിന്നാൽ മതി. എന്തിനുള്ളതാണ്? എന്തിനാണ്?
പച്ച തേങ്ങ പച്ചത്തേങ്ങ. 2 കഷ്ണമൊക്കെ കഴിച്ചാൽ മതി. കടന്തൽ കുത്തിയാലോ? ആ അത് ശരി. ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കല്യാണത്തിന് ഉണ്ടാവും. മഴ പെയ്യും കേട്ടോ. ഏ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മഴ പെയ്യും. അത് പറയുക. അത് അങ്ങനെ തേങ്ങ കേട്ടിട്ടുണ്ട്, ചേരണ്ട. അറിയോ? തേങ്ങ പീര കഴിച്ചാലല്ലേ. അങ്ങനെ കേട്ടിട്ടുണ്ട്. കല്യാണത്തിന്റെ അത് മഴ പറയും, പെയ്യും. കല്യാണം കഴിഞ്ഞിട്ട് ആള് പച്ചത്തേങ്ങ കഴിച്ചിരുന്നാൽ കല്യാണത്തിന് മഴ പെയ്യുമെന്ന്. അത് ആ ആ, അങ്ങനെയുണ്ടോ? അത് ശരി. മണവാട്ടി തേങ്ങാപ്പീര എന്നല്ലാണ് സാറേ, അതെ. മണവാട്ടി തേങ്ങാപ്പീര എന്ന മഴ പെയ്യുന്നതാണ്. ആഹാ ഇത് അങ്ങനെയുണ്ടോ? ഞാൻ പറയുന്ന വെച്ചാൽ ഈ പച്ച തേങ്ങയുടെ കാര്യത്തിൽ ഇന്നും കൂടി ഒരു അനുഭവം ഉണ്ടായതാണ്. ആ ഇന്ന് തന്നെ തെങ്ങ് കയറുന്നവൻ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "എടാ നിന്നോടല്ലേ ഞാൻ ഇത് പറഞ്ഞേക്കണെന്ന് പറഞ്ഞു." അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. കഴിച്ച് 1/2 മണിക്കൂർ വിളിച്ചു. ഡോക്ടറെ ഇപ്പൊ നല്ല വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അത് ശരി. അതല്ലാതെ നമ്മള് മരുന്നുകൾ വല്ലതും എന്തെങ്കിലും അല്ല, വിഷചികിത്സ? മരുന്നുകൾ ഇപ്പൊ എപ്പിസ് വെസ്പ ഇതൊക്കെ അതിന് പറയുന്നുണ്ട്. അതിപ്പോ എല്ലാവർക്കും അറിയാലോ. പക്ഷെ അല്ല, ഇത് കടന്തൽ കുത്തിയാൽ മാത്രമല്ല, പാമ്പ് കടിച്ചുള്ളതും പറയാം. അല്ല, അത്രയും പരിചയമൊന്നും എനിക്കില്ല. ശരി. ഈ ഡോക്ടർ പറഞ്ഞ ജെസ്സി എന്ന് പറഞ്ഞ ഡോക്ടർ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുള്ളതാണ്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതെ. അന്ന് അവര് എൻ്റെ അടുത്ത് പണ്ട് വന്നിട്ടുണ്ട്. അവര് ഗ്രേഡ് ഡിഗ്രിക്ക് ചോറ്റാനി കോളേജ് പഠിച്ചെന്ന് എനിക്ക് തോന്നണം. ഉം. എനിക്കറിയാം. ഇപ്പം ഹസ്ബൻഡ് എറണാകുളം ആ ഭാഗത്ത് ബിഷപ്പാണ്. എന്നാ അത് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ ഡോക്ടറെ. അപ്പൊ ഇനി വേണുഗോപാൽ ഡോക്ടർ എന്തോ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. സാറിന് എന്തെങ്കിലും ഈ വിഷചികിത്സയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? ഒരു ചോദ്യമുണ്ട്, അൾസർ ആഫ്റ്റർ സ്നേക്ക് ബൈറ്റ്, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മനു വർഗീസ് ഡോക്ടറെ, ഡോക്ടർ മനു വർഗീസ്. വേണുഗോപാൽ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇച്ചിരിച്ചാണ് 200 അടുപ്പിച്ച് കൊടുത്തു, 30 or 200 കൊടുത്താൽ ഹീലി വരും. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ജഡം കൊടുക്കണം, 1 or 200. എന്നിട്ട് ഇച്ചിരി കൊടുത്താൽ ഹീലി വരും. ഓക്കെ, വേണുഗോപാൽ ഡോക്ടറെ സംസാരിക്കാം. കേൾക്കാം. ആക്ച്വലി പറഞ്ഞ എന്റെ ഫാമിലി ഒരു പഴയ പാരമ്പര്യ വശയിലാണ്. സൗണ്ട് കുറവാണ് ഡോക്ടറെ, ഒത്തിരി കൂടെ വെച്ച്. എന്റെ സൗണ്ട് ഇച്ചിരി അടച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ മെസ്സേജ് അടിച്ചത്. എങ്കിലും പറയാം, പാരമ്പര്യമായിട്ട് എനിക്ക് എന്റെ ഫാമിലിയില് ഒരു വിഷയിൽസയുള്ള ഫാമിലിയാണ്. എന്റെ അപ്പൂപ്പന്മാരങ്ങനെ ഒരുപാട് തലമുറകൾ വിഷയിൽസ ചേർത്തലയിലാണ്, പട്ടണിക്കാട് എന്ന സ്ഥലത്ത്. അത് വളരെ ഫേമസ് ആയിരുന്നു. അന്ന് വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേക്ക് ബൈറ്റിന്റെയും എല്ലാത്തരം ബൈറ്റും സ്കിൻ ഡിസീസും അലർജിയായിട്ട് ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ആയുർവേദ മരുന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അന്ന് വളരെ ഫേറ്റലായിട്ടുള്ള കേസുകളൊക്കെ വേറെ എങ്ങും പോകത്തില്ല. അപ്പോൾ വീട്ടിലാണ് കൊണ്ടുവരുന്നത്. രാത്രിയും പകലും ഒന്നില്ല, എപ്പോഴും കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തൊക്കെ ആയപ്പോൾ ഈ സംഭവം അറിയാവുന്നതുകൊണ്ട് എൻ്റെ അടുത്തും ഒരുപാട് പേഷ്യൻസ് വരുമായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വീട്ടിലെ കുറച്ച് ദൂരെയായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് അവിടെ വരുവാ. പക്ഷെ എൻ്റെ അടുത്ത് ഈ മരുന്നുകളൊന്നും ഇല്ലല്ലോ, ആയുർവേദ മരുന്നുമില്ല. അപ്പം ഞാൻ പതുക്കെ ഈ ഹോമിയോ മരുന്നുകൾ പതുക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അന്ന് എനിക്ക് ജയറാം സാറ് മരിച്ചുപോയ ജയറാം സാറ് അറിയാം, സാറിനെ അറിയാം. എൻ്റെ വീട്ടിലുള്ള സാറിൻ്റെ അടുത്ത് പറഞ്ഞു, തെറിയക്ക് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അതൊരു കോമ്പിനേഷൻ, മുള്ളേഴ്സിൻ്റെ തെറിയക്ക് ഒരു കോമ്പിനേഷനാണ്. അതിനകത്ത് മെയിൻ ഉള്ളത് സെഡ്രോൺ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം മറന്നുപോയി, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ സാർ ഈ മരുന്ന് ഒരു കുപ്പി തന്നു. അപ്പോൾ അത് ഞാൻ ചില പേഷ്യൻസിന് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ വലത്തെ സൈഡിൽ ആണ് കടിക്കുന്നതെങ്കിൽ ഇടത്തെ ചെവിയിലും പിന്നെ ഒഴിക്കണം. പിന്നെ അത് നമ്മൾ ഉള്ളിൽ കൊടുക്കുകയും വേണം. അങ്ങനെയൊക്കെ ഒരു റൊട്ടീനുണ്ട് അതിന് കൊടുക്കുന്നതിന് വേണ്ടി. ഇപ്പം ആ മരുന്ന് കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ മിക്കവാറും പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിൻപുറത്തെ കേസുകൾ മിക്കവാറും എല്ലാം അത്ര പോയിസണസ് ആയിരിക്കത്തില്ല. പക്ഷെ ആൾക്കാർക്ക് ഭയമായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഫസ്റ്റിലേ വരുമ്പോൾ നമ്മളിപ്പം ഒരു ആക്കണൈറ്റോ ജെൽസീമിയോ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ആങ്സൈറ്റി സ്റ്റേറ്റിൽ നിന്നൊക്കെ മാറും. ആക്ച്വലി എൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, കാരണം ഇങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരണേ എന്നുള്ളൊരു വിശ്വാസം കൂടി ഉണ്ട്. എന്തായാലും അങ്ങനെ ആങ്സൈറ്റി സ്റ്റേറ്റ് മാറുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റൻസിറ്റി അറിയാണ്. നമ്മളിപ്പോൾ കടിക്ക് ഈ മനു ഡോക്ടർ പറഞ്ഞ പോലെ ഈ സ്നേക്ക് ബൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അറിയാൻ പറ്റും.
വളരെ ഫേറ്റൽ ഡോസിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും അവരുടെ ചേഞ്ചസ്. അവരുടെ പിന്നെ കോബ്രയൊക്കെ അങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ മയങ്ങി ഈ പ്യൂപ്പിൾസൊക്കെ വളരെ അങ്ങനെ ഒരു പ്യൂപ്പിൾസൊക്കെ ലൈറ്റ് റിഫ്ലക്സ് ഒക്കെ കുറവായിരിക്കും കോബ്ര ബൈറ്റ് ആണെങ്കിൽ. പക്ഷെ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഈ ആൻറ്റിവീനം കോമൺ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വം ചെയ്യാനായിട്ടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമുക്കത് ദോഷമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്ന. ഒരു ടേൺ ചെയ്ത് ഒരു ഇതിലേക്ക് വേറെ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ പഴയ കാലത്താണ് എൻ്റെ വീട്ടിലുള്ള സംഭവം. അപ്പോൾ പിന്നെ ഉള്ളത് ഈ ഒരുപാട് ഈ സ്കോർപ്പിയോൺ, അതുപോലെ പിന്നെ ഈ തേള്, തേളല്ല പഴുതാര, പിന്നെ സ്പൈഡർ, ഇതൊക്കെ കടിച്ച കേസുകളൊക്കെ വരും. അതൊക്കെ സ്കിൻ ഡിസീസ്, പല സ്കിൻ ഡിസീസും വരുന്ന ഈ സ്പൈഡർ ബൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ്. അപ്പം എൻ്റെ വീട്ടിലിങ്ങനെ എൻ്റെ അപ്പൂപ്പൻ കഴിഞ്ഞ അമ്മൂമ്മ, അങ്ങനെ അമ്മ, അങ്ങനെ ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ട്. വളരെ എഫക്റ്റീവാണ്. നമ്മൾ എസ്പെഷ്യലി സ്കിൻ ഡിസീസിൽ ഇതിപ്പോൾ ചിലപ്പോൾ ഒരു സ്പൈഡർ പോയ്സൺ ആണ്. അപ്പോൾ നമ്മുടെ ഒരു അലോപ്പതി സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഞങ്ങളൊരിക്കൽ അവിടെ ISKയുടെ മീറ്റിങ്ങിന് വിളിച്ചപ്പം ആ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇത് സ്പൈഡറിനൊന്നും പോയ്സൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ബെറ്റ് വയ്ക്കാം ഡോക്ടറെ എന്ന് പറഞ്ഞു മീറ്റിങ്ങിൽ വെച്ച്. അപ്പോൾ അതൊരു തരം അലർജിയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു പോയ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അലർജൻ തന്നെയാണ്, ഒരു അനാഫിലാക്സിസ് ആണ് ഉണ്ടാക്കുന്നത് മിക്കവാറും പോയ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും സ്പൈഡർ പോയ്സൺ എന്ന് പറയുമ്പം അതിനകത്ത് അലർജി ആണെങ്കിലും എന്താണെങ്കിലും ടോക്സിക് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്പൈഡർ കേസിന് നമുക്ക് ഒരുപാട് മരുന്നുണ്ട്. അത് ചിലപ്പോൾ സോറിയാസ് പോലെയൊക്കെ വരും. നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ പറയാൻ നമുക്കിപ്പോ സമയം കഴിഞ്ഞു. ശരി, ഓക്കെ. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ പറയാൻ പോയവരോട് ഡോക്ടർ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഹിസ്റ്റാമിൻ മിക്കവാറും ഈ ബൈറ്റിന് ഹിസ്റ്റാമിൻ 6 നമ്മൾ എപ്പിസിന്റെ കൂടെ ആണെങ്കിൽ ആൾട്ടർനേറ്റ് ചെയ്ത് ഹിസ്റ്റാമിൻ കൊടുക്കാം. കാരണം ഒരു ഹിസ്റ്റാമിൻ റിയാക്ഷൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഹിസ്റ്റാമിൻ 6 മിക്കവാറും മരുന്നിൻ്റെ കൂടെ, എസ്പെഷ്യലി ഈ ഇൻസെക്ട് ബൈസിനൊക്കെ നമുക്ക് ആൾട്ടർനേറ്റ് കൊടുക്കും. ഇൻസെക്ട് കടിച്ചിട്ട് ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകുമ്പം എപ്പിസോ മർട്ടിക്കായറോസോ ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ ഹിസ്റ്റാമിൻ കൊടുക്കാം. അതിൻ്റെ കൂടെ 6 or 30 ഏതെങ്കിലും അതിൻ്റെ കൂടെ ആൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ മെസ്സേജ് അയച്ചത്. നമുക്ക് ഇനി ഒരു ചർച്ച, ഇനി ഒരു ക്ലാസ് കൂടെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും ദേവൻ ഡോക്ടർ ഇതുവരെ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. അത് ദേവൻ ഡോക്ടറെ സംസാരിക്കുന്നുണ്ടോ? ചുരുങ്ങി 2 വാക്ക്. സമയം വൈകിയത് കൊണ്ട് ഞാൻ സംസാരിക്കും. സമയം കഴിഞ്ഞു. ഒത്തിരി കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. അല്ല, അങ്ങനെ ഒരുപാടൊന്നും പറയാനില്ല. ഒരുപാട് ഇപ്പം ഇതിനു മുമ്പ് നമ്മുടെ എബ്രഹാം വൈദ്യൻ ഡോക്ടർ ഇവിടെ ഈ ആന്ധ്രയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് നമ്മൾ മറന്ന് ഒരു 2 വർഷം 3 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പറയാതെ വയ്യ എന്ന പുസ്തകത്തിലും അത് പറയുന്നുണ്ട്. പിന്നെ നാട്ടിൻപുറം ആയതുകൊണ്ട് ഇപ്പം വേണുഗോപാൽ ഡോക്ടർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആണ് ചേർത്തല. എൻ്റെ അച്ഛൻ ചെയ്യുമായിരുന്നു. അത് വിഷചികിത്സ ഒന്നും ഉണ്ടായിട്ടല്ല, ഹോമിയോപ്പതി മരുന്ന് ഇങ്ങനെ. അന്നൊക്കെ യാത്രാ സൗകര്യം കുറവായതുകൊണ്ട് അന്ന് ഞാൻ ആകെ 2 കേസേ എടുത്തിട്ടുള്ളൂ. ഞാനത് ധനേഷ് ഡോക്ടർ വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു. എനിക്ക് അത് യാദൃശ്ചികമായിട്ട് അങ്ങനെ എടുത്തതാണ്. ഒന്ന് എലി കടിച്ചതാണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ട്, കടിച്ചത് മൂർഖനായിരുന്നു, എലിയാണ് എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ബൈറ്റ് മാർക്സ് കണ്ടപ്പോൾ എലിയല്ല എന്നുള്ളത് ഞാൻ 100% ഉറപ്പിക്കുകയും അവരോട് പറയുകയും ചെയ്തെങ്കിലും അവർ അംഗീകരിച്ചില്ല. ആ ന്യൂറോടോക്സിക് സിംറ്റം എല്ലാം അവർക്കുണ്ടായി. ശരിക്ക് അതൊരു ന്യൂറോടോക്സിക് സിംറ്റം തന്നെ ഡെവലപ്പ് ചെയ്യുകയും തളർച്ച ഉണ്ടാകുകയും നാക്ക് കുഴഞ്ഞു പോയി അങ്ങനെ വീണു. ശരിക്കും വീഴുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മുടെ മെഡിസിൻ കൊടുത്തു, ആള് മരിച്ചൊന്നുമില്ല. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. കാരണം എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ എലി കടിച്ചെന്നും പറഞ്ഞാൽ വന്നത്. അതിന് കാരണമുണ്ട്. അവരുടെ വീട്ടിൽ ആദ്യം ലൈറ്റ്, അപ്പോൾ കറണ്ട് കിട്ടിയിട്ടേ ഉള്ളായിരുന്നു. കറണ്ട് കിട്ടി, അപ്പോൾ സ്വിച്ചൊക്കെ അന്ന് മുകളിലാണ് വെക്കണം. ഇപ്പോഴാണ് ബെഡിന്റെ നമ്മൾ ഇതിനൊക്കെ അടുത്ത് വെക്കണം. സ്വിച്ചൊക്കെ കറണ്ടൊക്കെ അപകടമാണെന്നുള്ളതുകൊണ്ട് സ്വിച്ചൊക്കെ പണ്ടൊക്കെ മുകളിലാണ് വെക്കണം. അപ്പോൾ ഇവര് ആദ്യം വിളക്ക് കത്തിച്ചിട്ടാണ് സ്വിച്ച് ഇടുന്നത്. വിളക്ക് കത്തിക്കാനായിട്ട് തീപ്പെട്ടി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചപ്പോൾ അവിടെ പാമ്പ് ഇരിപ്പുണ്ടായിരുന്നു. കറക്റ്റ് പിടിക്കുകയും ഇവരുടെ തമ്പില് ആണ് കടിക്കുന്നത്. തമ്പില് കടിച്ച്
എന്ത് എന്തോ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് റെഫർ ചെയ്തു? അക്കോണൈറ്റും ആദ്യം അക്കോണൈറ്റ് ആണ് സാധാരണഗതിയിൽ. അക്കോണൈറ്റ് ഇവരുടെ കേസിൽ ഞാൻ അക്കോണൈറ്റ് കൊടുത്തില്ല, കാരണം ഇവർക്കൊരു ഭയവും ഇല്ലായിരുന്നു. അവര് എലിയാന്ന് ഉറപ്പിച്ചിട്ടാണ് 100% എലിയാണെന്ന് അവര് എലിയെ കണ്ടു. ലൈറ്റ് ഇട്ട് പെട്ടെന്ന് ഈ വേദന കൊണ്ട് ചാടി നോക്കിയപ്പോ എലിയെ കണ്ടു. അതുകൊണ്ട് അവർ ഓക്കെ. എലിയാന്ന് ഉറപ്പിച്ചാ വന്ന് വളരെ ഇതായിരുന്നു. എന്തായാലും നമ്മുടെ മെഡിസിൻ കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം എനിക്കൊരുണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അണലി കടിച്ചിട്ട് മുറിവ് ഉണങ്ങാതെ വന്നൊരു കേസും. അത് കടിച്ചതിനല്ല വന്ന് വർഷങ്ങളായിട്ട് അയാളുടെ മുറിവ് ഉണങ്ങുന്നില്ല. ഓക്കെ ദേവൻ ഡോക്ടറെ, നമ്മളെ സമയം ഒരുപാട് അതിക്രമിച്ചു. നമുക്ക് ഇനി ശരി ശരി. ഒരു ഒരു ക്ലാസ്സിൽ ക്ലാസ്സിൽ നമുക്ക് പറയാനൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ നമുക്ക് ഇനി ഇത് ചർച്ച അടുത്ത ഒരു ക്ലാസ് കൂടി നമുക്ക് വേണ്ടി വരും. നമുക്ക് താമസിയാതെ അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം കൂടി നമുക്ക് ചർച്ച വയ്ക്കാം. എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസുകളാണ് എല്ലാ ഡോക്ടേഴ്സും പങ്കുവച്ചത്. മനു വർഗീസ് ഡോക്ടർ, സേട്ട് സാറ്, പിന്നെ വേണുഗോപാൽ സാറ്, നമ്മുടെ ലതാ മനോഹരൻ ഡോക്ടർ, എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ശുഭരാത്രി.